ഗുഡ് ഈവനിങ്. എല്ലാവർക്കും എന്നെ കേൾക്കാമല്ലോ അല്ലേ? എല്ലാവരും വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന നമ്മളുടെ അനന്ത അഭിമാൻ സ്കോളർഷിപ്പ് എക്സാംസിന്റെ റിസൾട്ട് നമ്മൾ അനൗൺസ് ചെയ്യാൻ പോകുന്ന ദിവസമാണ്. തൃശ്ശൂർ ജില്ലാ പഞ്ചായത്തിന്റെയും അനന്ത IAS അക്കാഡമിയുടെയും വളരെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു പ്രോജക്റ്റിന്റെ അതിന്റെ ഫസ്റ്റ് ഫേസ് നമ്മൾ എക്സാമിനേഷൻ കഴിഞ്ഞ ശേഷമുള്ള റിസൾട്ട് അനൗൺസ്മെന്റ് ആണ് നമ്മളിത് ചെയ്യാൻ വേണ്ടി പോകുന്നത്. എനിക്കറിയാം പല കുട്ടികളും വളരെ നേരത്തെ തന്നെ ഈ ലൈവ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഇതിനകത്ത് ജോയിൻ ചെയ്തിട്ടുണ്ട്. നമുക്ക് ലൈവ് തുടങ്ങുന്നതിന് മുമ്പായിട്ട് എനിക്കൊന്നും പലരും നിലവിൽ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. റിസൾട്ട് ആയതുകൊണ്ട് നമുക്ക് വീണ്ടും റിപ്പീറ്റേഷൻസ് ഒരുപാട് സമയം പറ്റില്ല, കാരണം ഒരുപാട് പഞ്ചായത്തിൽ റിസൾട്ട് അനൗൺസ് ചെയ്യാനുണ്ട്. അതുകൊണ്ട് ഒരു 2 മിനിറ്റും കൂടെ നമുക്ക് ചില കാര്യങ്ങൾ നമുക്ക് ഒന്ന് വെയിറ്റ് ചെയ്യാം. അതിന് മുന്നോടിയായിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാം. എന്റെ വോയിസ് ക്ലിയർ ആയിട്ട് എല്ലാവരും കേൾക്കുന്നത് വിശ്വസിക്കുന്നു. പല സ്ഥലത്തും ഭയങ്കര റെയിനിയാണ്, അതുകൊണ്ട് കറണ്ടിന്റെ ഇഷ്യൂസ് ഒക്കെ ഉണ്ട്. എല്ലാവർക്കും എന്നെ കേൾക്കുന്നുണ്ടോ? ഒന്ന് ജസ്റ്റ് ഹായ് പറയുക കേൾക്കുന്നവര്. കേൾക്കുന്നുണ്ട്? ഓക്കെ, 100% കേൾക്കുന്നുണ്ട് എല്ലാവർക്കും. ഓക്കെ, ഫൈൻ. അപ്പൊ നമുക്ക് ഈ എക്സാമിനേഷനെ സംബന്ധിച്ചും ഇതിന്റെ അടുത്ത ഘട്ടത്തെക്കുറിച്ചും പല പേരൻസിനും ഒരുപാട് സംശയങ്ങളൊക്കെ ബാക്കിയുണ്ട്. അപ്പൊ അതിനൊരു ക്ലാരിറ്റിയും കൂടെ തരാമെന്ന് വിചാരിക്കുന്നു. ഒന്ന്, ഈ പ്രോജക്റ്റ് ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഇത്തരത്തിലൊരു പ്രോജക്റ്റ് നടപ്പിലാക്കുന്നത്. അതായത് ഒരു ജില്ലാ പഞ്ചായത്ത് ഒരു ജില്ലയിലെ മുഴുവൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, അതായത് അവിടെയുള്ള പഞ്ചായത്തുകളെയും മുനിസിപ്പാലിറ്റിയെയും കോർപ്പറേഷനെയും എല്ലാം കണക്ട് ചെയ്തുകൊണ്ട് തൃശ്ശൂരിലെ 86 പഞ്ചായത്തുകളെയും 7 മുനിസിപ്പാലിറ്റിയെയും കോർപ്പറേഷനെയും കണക്ട് ചെയ്തുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു പ്രോജക്റ്റ് ഇന്ന് വരെ ഇന്ത്യയിൽ എവിടെയും നടപ്പിലാക്കിയിട്ടില്ല. അപ്പൊ ഇത്തരം ഒരു പ്രോജക്റ്റ് നടപ്പിലാക്കുമ്പോൾ അതിന്റെ 3-4 ഘട്ടത്തിലൂടെയാണ് നമ്മൾ ഇതിന്റെ ഒരു ക്ലാസ് വരെയുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നത്. അപ്പൊ അതിനെക്കുറിച്ച് ഇവിടെ ഈ നിലവിലുള്ള ഈ സെഷനിൽ പങ്കെടുക്കുന്ന 1000-ഓളം ആൾക്കാർ ഇപ്പൊ നിലവിൽ ലൈവായിട്ട് നമ്മുടെ ഈ ലൈവിലുണ്ട്. അവരുടെ അറിവിലേക്കായിട്ട് കാര്യങ്ങൾ പറയുകയാണ്. എന്താണ് ശരിക്കും ഈ പ്രോജക്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? നിങ്ങളിൽ പലർക്കും ഇതിനെക്കുറിച്ച് ധാരണ ഉണ്ടാവുമെന്ന് എനിക്കറിയാം. ഒന്ന്, നമ്മളുടെ ഒരു അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നതാണ് സിവിൽ സർവീസ് എന്ന് പറയുന്നത്. സിവിൽ സർവീസിനെ കുറിച്ച് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. സിവിൽ സർവീസ് എന്ന് പറയുന്നത് നമുക്ക് പെട്ടെന്ന് മനസ്സിൽ ഓർമ്മ വരുന്നത് IAS-ഉം IPS-ഉം IFS-ഉം അങ്ങനെയുള്ള ഏറ്റവും ടോപ്പ് ലെവലിലുള്ള അഡ്മിനിസ്ട്രേറ്റീവ് പോസ്റ്റുകളെയാണ് നമ്മൾ സിവിൽ സർവീസ് എന്ന് പറയുന്നത്. അപ്പൊ ആ സിവിൽ സർവീസ് മേഖലയിലേക്ക് നമ്മുടെ കുട്ടികളെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോഗ്രാം എന്ന നിലക്കാണ് നമ്മൾ തുടങ്ങിയതെങ്കിലും അതിനപ്പുറത്തേക്ക് സിവിൽ സർവീസ് മാത്രമല്ല, ഏതൊരു കോമ്പറ്റീഷൻ എക്സാംസിനും നമ്മുടെ കുട്ടികളെ പ്രിപ്പയർ ചെയ്യുക എന്ന ഉദ്ദേശപ്പുറത്താണ് നമ്മൾ ഇത്തരത്തിലുള്ള ഒരു പ്രോജക്റ്റ് തൃശ്ശൂർ ജില്ലയിൽ നടപ്പിലാക്കുന്നത്. ഇങ്ങനെ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, ഇവിടെ നിലവിൽ അറ്റൻഡ് ചെയ്യുന്ന പല പേരൻസിനെ സംബന്ധിച്ചിട്ടും അവരുടെ ചിലപ്പം ഒരു എയിം സിവിൽ സർവീസ് ആയിക്കൊള്ളണം നിർബന്ധമില്ല. അവരുടെ കുട്ടികൾക്ക് മറ്റു പല നീറ്റോ JEO അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തൊഴിൽ മേഖലയൊക്കെ ആഗ്രഹിക്കുന്നവരായിരിക്കാം. അങ്ങനെയാണെങ്കിലും അവർക്ക് ബേസിക്കലി തുടങ്ങാൻ വേണ്ടി പറ്റുന്ന അവരും ഒരു കോമ്പറ്റീഷൻ എക്സാം എന്തായാലും ഫേസ് ചെയ്യേണ്ടവരാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രോഗ്രാം ഏതൊരു മേഖലയിൽ പഠിക്കാൻ പോകുന്ന ആൾക്കാർക്കും ഉപകാരപ്പെടുന്ന രീതിയിലാണ് നമ്മൾ ഈ പ്രോജക്റ്റ് തയ്യാറാക്കിയിട്ടുള്ളത്. ഓക്കെ, അതുകൊണ്ട് ഈ അനന്ത അഭിമാൻ സ്കോളർഷിപ്പ് എക്സാം എഴുതിയ കുട്ടികൾക്ക് എല്ലാവർക്കും നാളെ ഏത് മേഖലയിൽ പോകുന്നുണ്ടെങ്കിലും ഈ ഒരു ക്ലാസ്സുകൾ കൊണ്ട് ഉപകാരപ്പെടുന്ന രീതിയിൽ, യൂസ്ഫുൾ ആവുന്ന രീതിയിലാണ് നമ്മൾ ഈ പ്രോജക്റ്റ് വിഭാവനം ചെയ്തിട്ടുള്ളത്. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമുക്ക് എങ്ങനെയാണ് ഇതിന്റെ അടുത്ത സ്റ്റെപ്പുകൾ എന്നുള്ളതാണ്. ഇപ്പം സിവിൽ സർവീസിന്റെ ഒരു കോച്ചിങ്ങിന് വേണ്ടിയിട്ടാണ് ഇതിലുള്ള ബഹുഭൂരിപക്ഷം ആൾക്കാരും ഇത്തരം ഒരു സ്കോളർഷിപ്പ് എക്സാം എഴുതാനൊക്കെ തീരുമാനിച്ചത്. ഇപ്പൊ നമ്മുടെ ഈ എക്സാംസ് നടത്തിയത് ഇവിടെയുള്ള എല്ലാ പഞ്ചായത്തുകളിലെയും ഒരു സ്കൂളിലും, അതുപോലെ തന്നെ മുനിസിപ്പാലിറ്റിയിലെ ഒരു സ്കൂളിലും കോർപ്പറേഷനിലെ ഒരു സ്കൂളിലുമാണ്. അങ്ങനെ മൊത്തം 94ഓളം സ്ഥാപനങ്ങളിലാണ് കഴിഞ്ഞ മാസം 11-ാം തീയതി
ഒരേ സമയത്ത് എല്ലാ സ്ഥലത്തും എക്സാം നടന്നത്. ഏതാണ്ട് 13,000-ലധികം കുട്ടികൾ ഈ പരീക്ഷ എഴുതി. 26,000-ഓളം കുട്ടികൾ രജിസ്റ്റർ ചെയ്തു. അതിന്റെ ഏതാണ്ട് 50% ആൾക്കാർ ഈ പരീക്ഷ അറ്റൻഡ് ചെയ്തു. അത് തൃശ്ശൂരിലെ ഒരു റെക്കോർഡ് നമ്പറാണ്. അതിൽ നിന്ന് ഓരോ പഞ്ചായത്തിൽ നിന്നും ഓരോ കാറ്റഗറി എന്ന് പറയുമ്പോൾ നമുക്ക് 3 പ്രോഗ്രാമാണുള്ളത്. ഒന്നാമത്തെ പ്രോഗ്രാം എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം, ഇതിൽ ഏറ്റവും കൂടുതൽ കുട്ടികൾ പരീക്ഷ എഴുതിയിട്ടുള്ള 7, 8, 9, 10 ക്ലാസ്സിലെ കുട്ടികൾ, നമ്മൾ അതിനെ ലെവൽ 1 എന്നാണ് പറയുക. 7, 8, 9, 10 ക്ലാസ്സിലെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് വളരെ ചെറിയ പ്രായത്തിൽ തന്നെ സിവിൽ സർവീസ് ഉൾപ്പെടെയുള്ള ഏതൊരു കോമ്പറ്റീഷൻ എക്സാമിന് അവരെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള രീതിയിലുള്ള കോച്ചിങ് കൊടുക്കുന്ന ഫസ്റ്റ് പ്രോഗ്രാം അനന്ത ആരോഹൺ എന്നാണ് ആ പ്രോഗ്രാമിന്റെ പേര്. അതിലേക്കുള്ള 5 കുട്ടികൾക്കും, അതുപോലെ തന്നെ ലെവൽ 2 എന്ന് പറയുന്ന +1, +2 ഡിഗ്രി ആ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ലെവൽ 2 പ്രോഗ്രാംസും ഫൗണ്ടേഷൻ പ്രോഗ്രാംസും, പിന്നീട് നമ്മുടെ ലെവൽ 3, അതായത് ലെവൽ 3 എന്ന് പറയുന്നത് PCM ബാച്ച് എന്ന് പറയുന്നത് നമ്മുടെ ഡിഗ്രി കഴിഞ്ഞ ശേഷം സിവിൽ സർവീസിന് വളരെ സീരിയസ് ആയിട്ട് അടുത്ത വർഷങ്ങളിൽ പരീക്ഷ എഴുതാൻ പോകുന്ന കുട്ടികൾക്ക് വേണ്ടിയുള്ള കോച്ചിങ്. അങ്ങനെ 3 തലങ്ങളിലാണ് നമ്മൾ ഇവിടെ പരീക്ഷ നടത്തിയത്. അതിൽ 5 കുട്ടികളെ ലെവൽ 1-ലും 5 കുട്ടികളെ ലെവൽ 2-ലും 1 കുട്ടിയെ ലെവൽ 3-ലും സൗജന്യമായിട്ട് 1034 കുട്ടികൾക്ക് പൂർണ്ണമായും സൗജന്യമായി കിട്ടുന്ന രീതിയിലും, അതുകൂടാതെ നമുക്കറിയാം ഒരു പഞ്ചായത്തിൽ നിന്ന് 5 കുട്ടികൾ മാത്രമല്ല പലപ്പോഴും വരുന്നത്. ഇപ്പൊ ഇവിടെ തന്നെ ഒരുപാട് പേര് അധികം വന്നിട്ടുണ്ട്. അപ്പൊ അത്തരം ആൾക്കാർക്കും ഈ കോച്ചിങ് ആവശ്യമായി വരും. അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ 50% സ്കോളർഷിപ്പ്, അതായത് ഒരു പഞ്ചായത്തിൽ നിന്ന് മാക്സിമം 20 കുട്ടികൾക്ക് വരെ കിട്ടാവുന്ന രീതിയിൽ എന്താണോ ആക്ച്വലി അവർക്ക് ഇത്തരം കോഴ്സ് പഠിക്കാൻ കൊടുക്കേണ്ട ഫീസ്, അതിന്റെ 50% ഫീസിൽ ഇളവ് നൽകിക്കൊണ്ട്, സ്കോളർഷിപ്പ് നൽകിക്കൊണ്ട്, ഏതാണ്ട് ഒരു പഞ്ചായത്തിൽ നിന്ന് ലെവൽ 1-ൽ മാത്രം 25 കുട്ടികൾക്ക്, 5 കുട്ടികൾക്ക് പൂർണ്ണമായും സൗജന്യമായിട്ടും 20 കുട്ടികൾക്ക് പാർഷ്യലി ആയിട്ടും, ആ രീതിയിൽ ഏതാണ്ട് ഒരു 5000-ഓളം കുട്ടികൾക്ക് പൂർണ്ണമായും ലഭിക്കുന്ന ഒരു പ്രോജക്റ്റ് ആണ് നമ്മൾ നടപ്പിലാക്കിയിട്ടുള്ളത്. ഇതിന്റെ എക്സാംസ് റിസൾട്ടിന് ശേഷം പിന്നീടുള്ള ഘട്ടം എന്ന് പറയുന്നത് നമുക്ക് ഇതിന്റെ ക്ലാസ്സുകളിലേക്ക് പോകുക എന്നുള്ളതാണ്. ക്ലാസ്സുകൾ ബ്ലോക്ക് കേന്ദ്രങ്ങളിൽ ഒരു നമുക്കറിയാം 4, 5 പഞ്ചായത്ത്, ചിലപ്പോൾ ചില സ്ഥലങ്ങളിൽ 6, 7, 8 പഞ്ചായത്തുകൾ കൂടുന്നുണ്ട് ബ്ലോക്ക് എന്ന് പറയുന്നത്. അങ്ങനെ 16 ബ്ലോക്കുകളിൽ ഓരോ സ്കൂളിലും. അതിനുശേഷം നമുക്കറിയാം മുനിസിപ്പാലിറ്റികളാണ്, മുനിസിപ്പാലിറ്റി ബ്ലോക്കിന്റെ അണ്ടറിലല്ല, മുനിസിപ്പാലിറ്റിയിൽ 7 മുനിസിപ്പാലിറ്റിയിൽ ഒരു സ്കൂളിലും ഒരു കോർപ്പറേഷനിലും, അങ്ങനെ 24 സെന്ററുകളിൽ നവംബർ മാസം 3-ാമത്തെ ആഴ്ചയോടുകൂടി, ഏതാണ്ട് 3-ാമത്തെ ആഴ്ച, ഒരു എക്സ്പെക്റ്റഡ് ഡേറ്റ് ആണ് ഞാൻ പറയുന്നത്, എക്സാക്ട് ഡേറ്റ് അല്ല, ഏതാണ്ട് ആ ഡേറ്റ് ആകുമ്പോഴേക്കും, നവംബർ മാസം എൻഡ് ആകുമ്പോഴേക്കും മുഴുവൻ കുട്ടികൾക്കും പഠനം ഒരുക്കുന്ന രീതിയിലാണ് ഈ പ്രോജക്റ്റ് ചെയ്തിട്ടുള്ളത്. ഇത് ഓഫ്ലൈനിലും ഓൺലൈനിലുമായി നടക്കുന്ന ഒരു പ്രോഗ്രാമാണ്. നമുക്കിത് കണ്ടിന്യൂസ് ആയിട്ട് കൊണ്ടുപോകാൻ വേണ്ടി പറ്റുന്ന പ്രോഗ്രാം. ഇപ്പൊ തൃശ്ശൂരിലെ ഏതാണ്ട് 5000-ഓളം വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്ന ഏതാണ്ട് 5 കോടി രൂപയുടെ സ്കോളർഷിപ്പ് ലഭിക്കുന്ന ഒരു വലിയ പ്രോജക്റ്റിനാണ് തൃശ്ശൂർ ജില്ലാ പഞ്ചായത്തും അനന്ത IAS അക്കാഡമിയും തുടക്കം കുറിച്ചിരിക്കുന്നത്. അതിന്റെ റിസൾട്ട് പ്രഖ്യാപനം, നിങ്ങൾ എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന റിസൾട്ട് പ്രഖ്യാപനത്തിലേക്കാണ് നമ്മൾ ഇനി പോകാൻ വേണ്ടി പോകുന്നത്. അപ്പം ഇത്രയും കാര്യങ്ങൾ എനിക്ക് തോന്നുന്നു വളരെ ബേസിക് ആയ കാര്യങ്ങളാണ്. ഇനി 1-2 കാര്യം കൂടി ഞാൻ സൂചിപ്പിക്കാം. അത് റിസൾട്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. റിസൾട്ടിനെ സംബന്ധിച്ചിട്ട് നമുക്കറിയാം, ഈ എക്സാം എഴുതുമ്പോൾ കുട്ടികൾ പല രീതിയിലാണ് ഇതിന്റെ OMR ഷീറ്റ് ഫില്ല് ചെയ്യുകയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ചിലരുടെ പേരും ഒക്കെ തമ്മിൽ പരസ്പരം മിസ്മാച്ചും കാര്യങ്ങളൊക്കെ, അങ്ങനെ വളരെ സങ്കീർണമായ ഒരു പ്രക്രിയയായിരുന്നു നിങ്ങളുടെ വാലുവേഷൻ പ്രോസസ് എന്ന് പറയുന്നത്. പലപ്പോഴും എന്നോട് പല പേരൻസും വിളിച്ച് ചോദിക്കാറുണ്ടായിരുന്നു എപ്പോഴാണ് റിസൾട്ട് വരിക എന്നുള്ളത്. അപ്പൊ ഇതിന്റെ വാലുവേഷൻ ക്യാമ്പ് എന്ന് പറയുന്നത് ദീർഘമായിട്ട് നീളാനുള്ള ഒരു കാരണം, ദീർഘം എന്നല്ല, 11-ന് ശേഷം ഇന്ന് ഈ 27-ാം തീയതി വരെ നീളാനുള്ള കാരണം, ഇതിന് കുട്ടികൾക്ക് പലപ്പോഴും OMR ഷീറ്റ് ഫില്ല് ചെയ്ത് പരിചയമില്ല. അതിന്റെ ഒരു പരിചയമില്ലാത്തത് കൊണ്ട് തന്നെ തെറ്റായ രീതിയിൽ ചെയ്തു. അപ്പൊ മാക്സിമം ആൾക്കാരെ ഉൾക്കൊള്ളിക്കണം എന്നുള്ളത് കൊണ്ട് കറക്റ്റ് ചെയ്ത് അത് ഏത് കുട്ടിയാണെന്ന് മനസ്സിലാക്കി ആ കുട്ടിക്ക് ഇതിന്റെ ബെനിഫിറ്റ് കിട്ടണം എന്ന ആഗ്രഹപ്പുറത്താണ് ഞങ്ങൾ ഈ റിസൾട്ട് വളരെ ക്ലീൻ ആയി നോക്കി ചെയ്തിട്ടുള്ളത്. ഇന്ന് റിസൾട്ട് ചെയ്യുമ്പോൾ നമുക്ക് പിന്നീട് അത് ചെക്ക് ചെയ്ത് നോക്കാനും പിന്നീട് അത് മിസ്മാച്ച് ആവാത്ത രീതിയിൽ, അതായത് ഇത് കറക്റ്റ് ആണ് എന്ന് തോന്നുന്ന രീതിയിൽ തന്നെ നമുക്ക് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിന്റെ ഒരു പ്രോസസ് കുറച്ച് ലേറ്റ് ആക്കിയിട്ടുള്ളത്. അപ്പം ഇതിന്റെ റിസൾട്ട് അനൗൺസ്മെന്റിലേക്ക് പോകാം. അതിനിടയിൽ നമുക്ക് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ സംസാരിക്കാം. എനിക്ക് തോന്നുന്നത് ഇന്ന് നമുക്ക് റിസൾട്ട് പബ്ലിഷ് ചെയ്യുമ്പോൾ നമ്മൾ ഓരോ പഞ്ചായത്തിൽ നിന്നും ലെവൽ 1 ആൻഡ് ലെവൽ 2-ല് 100% സ്കോളർഷിപ്പ് കിട്ടിയ കുട്ടികളുടെ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കും.
ബാക്കിയുള്ള മുഴുവൻ ആളുടെയും പേരുകൾ പറയുക എന്നുള്ളത് നമുക്ക് ഒരുപാട് സമയം പോകുന്ന സമയമായതുകൊണ്ട് ബാക്കിയുള്ളവരുടെ ലിസ്റ്റുകളെല്ലാം തന്നെ നമ്മുടെ സ്കൂളുകളിലും പഞ്ചായത്തുകളിലും നമ്മുടെ ഗ്രൂപ്പുകളിൽ എല്ലാവരും ഉണ്ട്, ഗ്രൂപ്പുകളിൽ നമ്മൾ പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും വരും ദിവസങ്ങളിൽ. ഇന്ന് നമുക്ക് ഇതിൽ ഏറ്റവും നന്നായി പെർഫോം ചെയ്ത ഓരോ പഞ്ചായത്തിൽ നിന്നും അഞ്ചു പേരെ സെലക്ട് ചെയ്യുന്ന നമ്മളുടെ ആ ഒരു പ്രോസസ്സിലേക്കാണ് പോകുന്നത്. എല്ലാ റിസൾട്ടുകളും കംപ്ലീറ്റ് ആയിട്ട് ഗ്രൂപ്പുകളിലും നിങ്ങൾക്ക് എവിടെ നിന്നൊക്കെയാണോ മെസ്സേജ് കിട്ടിയത് അവിടങ്ങളിലെല്ലാം ഇതിന്റെ മെസ്സേജ് വരും ദിവസങ്ങളിൽ എത്തും. അപ്പൊ ഇന്ന് നമ്മൾ പബ്ലിക് ആയിട്ട് നമ്മൾ റിസൾട്ട് പബ്ലിഷ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. സോ നമുക്ക് അതിലേക്ക് കടക്കാം. എനിക്ക് തോന്നുന്നു ഏതാണ്ട് കാര്യങ്ങളെല്ലാം നമ്മൾ പോയിട്ടുണ്ട്. അപ്പൊ ഓരോ പഞ്ചായത്തിന്റെയും ആദ്യം ലെവൽ 1-ൽ 100% കുട്ടികൾ കിട്ടിയ കുട്ടികളുടെ റോൾ നമ്പറും പേരുമാണ് പറയുക. അപ്പൊ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഒരുപാട് സമയം ഓരോ പഞ്ചായത്തിനും വേണ്ടി സ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് മാക്സിമം കുട്ടികൾ ഇത് ലൈവിലുള്ളവര് എന്ത് ചെയ്യുക, അത് ആ സമയത്ത് തന്നെ കേട്ട് ആരാണെന്ന് മനസ്സിലാക്കി വെക്കുക. അതിനുശേഷം നിങ്ങൾക്ക് റെക്കോർഡായിട്ട് പിന്നീട് നിങ്ങൾക്ക് അതിന്റെ കാര്യങ്ങൾ പിന്നീട് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഞാൻ പറഞ്ഞതെല്ലാം കേൾക്കുന്നുണ്ടല്ലോ? നമുക്ക് റിസൾട്ടിലേക്ക് പോകാലോ അല്ലെ? റെഡിയല്ലേ എല്ലാവരും? യെസ്, ഇത്രയും ആൾക്കാർ ഓൾറെഡി വളരെ ആകാംക്ഷയോടെ ഇരിക്കുകയാണ്. ഇപ്പൊ തന്നെ നമുക്ക് ഏതാണ്ട് 1300ഓളം ആൾക്കാർ ലൈവില്, 1274ഓളം ആൾക്കാർ നമ്മൾ ലൈവായിട്ട് നമ്മളുടെ ഇത് വാച്ച് ചെയ്യുന്നുണ്ട്. വളരെ പോസിറ്റീവാണ്. എനിക്ക് തോന്നുന്നു തൃശ്ശൂരിലെ കുട്ടികൾ ഈ പരീക്ഷ അപ്രോച്ച് ചെയ്ത രീതി, വളരെ നല്ല സ്കോർ വാങ്ങിച്ച കുട്ടികളുണ്ട്. നമ്മൾ ഞെട്ടിപ്പിക്കുന്ന രീതിയിൽ അത്രയും സ്കോർ ചെയ്ത, കാരണം അത്യാവശ്യം ടഫ് എക്സാമിനേഷനെ കുറിച്ചുള്ള അഭിപ്രായം എന്താണ്? ശരിക്കും ഈ ലെവൽ 1-ൽ പെടുന്ന കുറെ കുട്ടികൾ ഉണ്ടല്ലോ, എക്സാമിനേഷൻ ടഫ് ആയിരുന്നു അതോ നിങ്ങൾക്ക് വളരെ ഈസി ആയിരുന്നു? നിങ്ങൾക്ക് എങ്ങനെയായിരുന്നു? എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല എക്സാമിനേഷൻ ആയിരുന്നു എല്ലാവർക്കും? കുഴപ്പമില്ല അല്ലെ? ഓക്കെ. ലെവൽ 2-ലെ എക്സാമിനേഷൻ എഴുതിയവർക്ക് നല്ല ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു? നല്ല ക്വസ്റ്റ്യൻ പേപ്പർ ആയിട്ട് ഫീൽ ചെയ്തോ? നിങ്ങളെ സ്കൂളിലൊക്കെ പഠിക്കുന്ന രീതിയിൽ തന്നെ സമാനമായ രീതിയിലായിരുന്നു? എങ്ങനെയായിരുന്നു? ഈസി ആയിരുന്നു? ടഫ് ആയിരുന്നു? ഓരോരാൾക്കും ഓരോ രീതിയിലാണ് ഫീൽ ചെയ്തത്. എനിക്കൊന്ന് ലെവൽ 3-കാർ കുറച്ച് പേരുണ്ടാവും. ലെവൽ 3-കാർക്ക് എന്തായാലും കുറച്ച് നല്ല ടഫുള്ള എക്സാമിനേഷൻ ആയിരുന്നു. പൊതുവെ എല്ലാവർക്കും ടഫായിരുന്നു. കാരണം ഒരു സിവിൽ സർവീസിന്റെ പ്രിലിംസ് കം മെയിൻസ് ബാച്ചിലേക്കുള്ള ആ രീതിയിലായിരുന്നു നമ്മൾ അത് ചെയ്തുകൊണ്ടിരുന്നത്. സോ ആ ഒരു ടഫ് ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഫീൽ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഫൈൻ. നമുക്ക് എന്തായാലും നിങ്ങൾ ഒരുപാട് സമയം വെയിറ്റ് ചെയ്യിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല. നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട സെഷൻ ആയിട്ടുള്ള നമ്മുടെ റിസൾട്ട് പബ്ലിഷിംഗിലേക്ക് പോകാം. ഓക്കെ, ഞാൻ ആദ്യം ഓരോ പഞ്ചായത്തും ആ പഞ്ചായത്തിലെ ലെവൽ 1 എന്ന് പറയുന്ന കാറ്റഗറിയിലെ കുട്ടികളുടെ റോൾ നമ്പറും അവരുടെ പേരുമാണ് വായിക്കുക. ചിലപ്പം നിങ്ങൾക്ക് ഡൗട്ട്സ് ഒക്കെ വരാം. നമുക്ക് ഡൗട്ട്സ് എല്ലാം പിന്നീട് ക്ലാരിറ്റി ചെയ്യാം. ഇപ്പൊ ഇവിടെ ഒരു ലൈവിലാവുമ്പോൾ നമുക്ക് എല്ലാ ക്ലാരിറ്റിയും വരുത്താൻ പറ്റില്ല. പിന്നീട് നിങ്ങളുടെ ഗ്രൂപ്പിലേക്ക് അയക്കുമ്പോൾ നിങ്ങൾക്ക് പിന്നീട് ഈ ഒരു വീഡിയോ തന്നെ ലൈവായിട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കൃത്യമായിട്ട് നിങ്ങൾക്ക് അതിന്റെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, ഫൈൻ. നമ്മൾ ആദ്യം റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്നത് ലെവൽ 2 ക്ലാസിന്റെയാണ്. അതായത് +1 +2 ഡിഗ്രി സ്റ്റുഡൻസിന്റെ റിസൾട്ട് ആണ് ഫസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നത്. അപ്പൊ അത് ഓരോ പഞ്ചായത്ത് ബേസിൽ നമ്മൾ പറയും. ഇതിൽ നമ്മൾ 100% സ്കോളർഷിപ്പ് കിട്ടിയ കുട്ടികളുടെതാണ് ആദ്യം പറയുക കംപ്ലീറ്റ് ആയിട്ടും. ഈ 50% കിട്ടിയ കുട്ടികളുടെ ലിസ്റ്റ് പിന്നീട് നമ്മൾ പബ്ലിഷ് ചെയ്യും. അത് മുഴുവൻ വായിക്കാൻ നമുക്ക് 5000 കുട്ടികളുടെ പേരൊന്നും വായിക്കാൻ പോസിബിൾ അല്ല, നിങ്ങൾക്ക് അറിയാലോ. അപ്പൊ അതുകൊണ്ട് ആദ്യം 100% കിട്ടിയ കുട്ടികളുടെ ലിസ്റ്റ് മുഴുവൻ വായിക്കും. ബാക്കി ലിസ്റ്റ് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ നിങ്ങളുടെ ഗ്രൂപ്പിലും മറ്റും പബ്ലിഷ് ചെയ്യും. ഓക്കെ, ഫൈൻ. ഓക്കെ, നമ്മൾ ഫസ്റ്റ് അടാട്ട് പഞ്ചായത്താണ് നമ്മളുടെ. ഇപ്പം തൃശ്ശൂരിൽ ഓരോ പഞ്ചായത്ത് ബേസ് ആൽഫബറ്റിക് ഓർഡറിലൊക്കെയാണ് വരിക. അപ്പം അടാട്ട് പഞ്ചായത്ത് ഞാൻ വായിക്കുന്നതിനകത്ത് ഈ റോൾ നമ്പർ വായിക്കുമ്പോൾ ലാസ്റ്റ് 3 ഡിജിറ്റ് ആണ് വായിക്കുക, മൊത്തം വായിക്കില്ല. കാരണം മൊത്തം കോമൺ ആയിട്ട് നമുക്കറിയാം, നമ്മളുടെ ഈ TL2 P1 എന്നൊക്കെ പറയുന്നത്, L2 എന്ന് പറയുന്നത്
+1 +2 ഡിഗ്രി എന്ന സ്റ്റാൻഡേർഡ് ആണ്. ടി എന്ന് പറയുന്നത് തൃശ്ശൂരിന്റെ ആണ്. P1 പഞ്ചായത്തിന്റെ നെയിമാണ് വരുന്നത്. ബാക്കിയുള്ളത് അത് അത്രയും കോമൺ ആണ് എല്ലാവർക്കും. മീൻസ് ഓരോ പഞ്ചായത്തിനും അത് കോമൺ ആണ്. അതുകൊണ്ട് ഞാൻ റോൾ നമ്പർ പറയുമ്പോൾ ആ ലാസ്റ്റ് 3 ഡിജിറ്റും പിന്നെ പേരുമാണ് വായിക്കാം. നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. 644 ഗാഥ VS ആണ്. ഗാഥ VS. രണ്ടാമത് 637 മഞ്ജിമ M മേനോൻ. 639 കൃഷ്ണ CS. 642 ജാതദേവൻ ആര്യ VS എന്നാണ്. അതുപോലെ തന്നെ 643 ആര്യ മഹേശ്വർ. ഈ പേര് വായിക്കുമ്പോൾ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, നിങ്ങൾ എന്താണോ അവിടെ ഫില്ല് ചെയ്ത പേര് അതാണ് വായിക്കുക. അപ്പം ഇതിനകത്ത് നിങ്ങൾ അവിടെ പേര് ഫില്ല് ചെയ്ത് മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ, സാധാരണ ഇത് റോൾ നമ്പർ മാത്രമാണ് വായിക്കേണ്ടത്. അപ്പം പേര് നിങ്ങൾ ഫില്ല് ചെയ്ത ഒരു വ്യത്യാസം റോൾ നമ്പർ ആയിട്ട് നിങ്ങൾ മാച്ച് ചെയ്ത് നോക്കുക. റോൾ നമ്പർ കറക്റ്റ് ആയിരിക്കും. അപ്പം ഞാൻ 5 പേരുടെ പേര് വായിച്ചിട്ടുണ്ട്. ഗാഥ VS 644, 637 മഞ്ജിമ M മേനോൻ, 639 കൃഷ്ണ CS, 642 ജാതവേദൻ ആര്യ VS എന്നാണ്. 643 ആര്യ K മഹേശ്വർ. ഓക്കെ, ദെൻ നെക്സ്റ്റ് അളഗപ്പ നഗർ പഞ്ചായത്താണ്. അവിടുത്തെ സീരിയൽ നമ്പർ സ്റ്റാർട്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാം. ലാസ്റ്റ് 3 ഡിജിറ്റ് ആണ് ഞാൻ പറയുക. 512 ശീതൽ TD. അവിടുത്തെ 100% സ്കോളർഷിപ്പ് കിട്ടിയ 5 കുട്ടികളുടെ പേരാണ് ഞാൻ പറയുന്നത്. 512 ശീതൽ TD. 504 ശ്രീരാം KS. 514 സായുജ KS. 501 നീലാംബരി V. 506 അതിൻ T റാഫി. അപ്പം നിങ്ങൾക്ക് അവിടെ ഓൾറെഡി എനിക്കൊന്ന് വിഷ്വലി കാണാൻ വേണ്ടി പറ്റും 5 പേരുടെയും പേരുകൾ. 512 ശീതൽ TD, 504 ശ്രീരാം KS, 514 സായുജ KS, 501 നീലാംബരി B, 506 അഹിൻ T റാഫി. ഇതിനകത്ത് നിങ്ങളുടെ പേര് വന്നവരൊന്ന് ജസ്റ്റ് ഒന്ന് ഹൈ പറഞ്ഞോളൂ കേട്ടോ. ഓക്കെ, പേര് ഓൾറെഡി നിങ്ങൾ കണ്ടവരുണ്ടെങ്കിൽ. ഓക്കെ, ദെൻ നമുക്ക് തേർഡ് പഞ്ചായത്ത് ആളൂർ പഞ്ചായത്താണ്. അപ്പൊ ആളൂർ പഞ്ചായത്തിൽ നമ്മൾ 5 പേര് നമ്മളുടെ ലെവൽ 2-നകത്ത് സെലക്ട് ചെയ്യപ്പെട്ട 5 പേരുടെ പേരാണ് പറയുന്നത്. 505 എയ്ബൽ M ജോജി. അതുപോലെ തന്നെ 503 ആലിയ ബിജു. 501 മിൻസ മരിയ. 515 സാവിയോ ജോസ്. 504 ജോഹിദ PG. പേരുകളും നിങ്ങളൊന്ന് നോക്കണം, ടച്ച് ചെയ്ത് നോക്കണം. 505 എയ്ബൽ M ജോജി. 503 ആലിയ ബിജു. 501 മിൻസ മരിയ. 515 സാബിയോ ജോസ്. 504 ഗോഹിദ PG. ആളൂർ പഞ്ചായത്തിലെ +1 +2 ഡിഗ്രി ക്ലാസ്സുകളിൽ പഠിക്കുന്ന ലെവൽ 2 കാറ്റഗറിയിലെ കുട്ടികളുടെ റിസൾട്ട് ആണ് പറയുന്നത്. ഇതുവരെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതെല്ലാം ലെവൽ 2 കാറ്റഗറിയിലെ കുട്ടികളുടെ റിസൾട്ട് ആണ്. അതിൽ 5 പേരുടെ പേര് റിസൾട്ട് പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി. അടുത്ത പഞ്ചായത്ത് അന്നമതട പഞ്ചായത്താണ്. അന്നമതട പഞ്ചായത്തില് 100% സ്കോളർഷിപ്പ് ലഭിച്ച 5 കുട്ടികളാണ്. 505 അംന ബിൻത് നവാസ്. അതുപോലെ തന്നെ 501 ഇസാത്യാൻ ജാബർ. 504 നൈല ബഷീർ. 506 മീനാക്ഷി മനോജ്. 503 കീർത്തന മേനോൻ. ഒന്നുകൂടെ പറയാം. അന്നമതട പഞ്ചായത്തിൽ +1 +2 ഡിഗ്രി ക്ലാസ്സിൽ നിന്നും ലെവൽ 2 സിവിൽ സർവീസ് പ്രോഗ്രാമിലേക്ക് 100% സ്കോളർഷിപ്പ് ലഭിച്ച 5 കുട്ടികളാണ്. 505 റോൾ നമ്പർ വരുന്ന അംന ബിൻത് നവാസ്. 501 ഇസാത്യാൻ ജാബിർ. 504 നൈല ബഷീർ. 506 മീനാക്ഷി മനോജ്. 503 കീർത്തന മേനോൻ. നെക്സ്റ്റ് അന്തിക്കാട് പഞ്ചായത്താണ്. അന്തിക്കാട് പഞ്ചായത്തിൽ നിന്നും ലെവൽ 2 ക്ലാസ്സിനകത്ത് +1 +2 ഡിഗ്രി ക്ലാസ്സിന് ഇത് പ്രത്യേകം വീണ്ടും പറയുന്നത് ചില ആൾക്കാരൊക്കെ ഇടയിൽ ലൈവിൽ വരുന്നവരായിരിക്കാം, അതുകൊണ്ടാണ് ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നത്. അതായത് അന്തിക്കാട് പഞ്ചായത്തിനകത്ത് 524 അവന്തിക VD. 504 അക്ഷിത് റിഞ്ചു T. 502 മീര മോഹൻ V. 500 റിൻഡ ജോസഫ്. 501 മുഹമ്മദ് അദീബ്.
ഒന്നുകൂടെ പറയാം. അന്തിക്കാട് പഞ്ചായത്തില് +1 +2 ഡിഗ്രി ക്ലാസ്സുകളിലെ സിവിൽ സർവീസിന്റെ അനന്ത അഭിമാൻ സ്കോളർഷിപ്പ് എക്സാം എഴുതിയ കുട്ടികളിൽ നിന്ന് 100% സ്കോളർഷിപ്പ് നേടിയ 5 കുട്ടികളുടെ പേരാണ് റോൾ നമ്പർ 524 അവന്തിക വി ഡി, 504 അക്ഷിത് റിഞ്ചു ടി, 502 മീര മോഹൻ ബി, 500 റിൻഡ ജോസഫ്, 501 മുഹമ്മദ് അദീബ്. അടുത്തത് അരിമ്പൂർ പഞ്ചായത്താണ്. ആരെങ്കിലും അവരുടെ പേരുകൾ പെട്ടെന്ന് തിരക്കിനിടയിൽ കാണാതെ പോയിട്ടുണ്ടെങ്കിൽ ടെൻഷൻ അടിക്കണ്ട. കാരണം നിങ്ങൾക്ക് ഇതെല്ലാം നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. ഓക്കെ. ഇനി അരിമ്പൂർ പഞ്ചായത്തിനകത്ത് 100% സ്കോളർഷിപ്പ് ലെവൽ 2 കാറ്റഗറി +1 +2 ഡിഗ്രി പറയുന്ന സ്റ്റാൻഡേർഡിൽ വന്നിട്ടുള്ള 5 കുട്ടികളുടെ പേരാണ് 501 അതുല്യ ബി വി, 502 വിവിധ ബെന്നി, 504 കൃഷ്ണ കെ എസ്, 500 സോനു പി സെബാസ്, 508 ഗിൽന റോയ്. ഒന്നുകൂടെ പറയാം. അരിമ്പൂർ പഞ്ചായത്തിൽ +1 +2 ഡിഗ്രി ക്ലാസ്സിൽ നിന്ന് അതുല്യ ബി വി അരിമ്പൂർ പഞ്ചായത്ത് 501, 502 ബിബിത ബെന്നി, 504 കൃഷ്ണ കെ എസ്, 500 സോനു പി സെബാസ്, 508 ഗിൽന റോയ്. നിങ്ങളുടെ പഞ്ചായത്ത് തെറ്റായി എൻട്രി ചെയ്തിട്ടുണ്ടെങ്കിലും നിങ്ങൾ നൽകിയ പഞ്ചായത്തിലാവും നിങ്ങളുടെ പേരുകൾ വരിക കേട്ടോ. നിങ്ങൾ ഏത് പഞ്ചായത്തിലാണോ നിങ്ങളുടെ പേര് കൊടുത്തിട്ടുള്ളത് അവിടെ ഫില്ല് ചെയ്യുമ്പോൾ ആ പഞ്ചായത്തിലായിരിക്കും പേരുകൾ വരിക. ഓക്കെ, അത് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. ഇനി നമുക്ക് വരുന്ന അടുത്തത് ആതിരപ്പള്ളിയാണ്. ആതിരപ്പള്ളിയിൽ നമുക്ക് കിട്ടില്ല 3 കുട്ടികളാണ്. 500 റോൾ നമ്പർ അഞ്ജലി ആതിരപ്പള്ളി, 501 ദേവജിത്ത് US ആതിരപ്പള്ളി, 502 ആര്യനന്ദ സനീഷ്. എന്നിട്ട് പറയാം 500 അഞ്ജലി, 501 ദേവജിത്ത് US, 502 ആര്യനന്ദ സനീഷ്. ഇനി അടുത്തത് അവനൂർ പഞ്ചായത്തില് മെബിൻ കെ സാബിയർ. മെബിൻ കെ സാബിയർ ആണ് 509 റോൾ നമ്പർ 509 മെബിൻ കെ സാബിയർ, 505 പൂർണിമ കുമാരി, 508 മാളവിക കെ പി, 507 ഇഷ, 505 അദ്വൈത്. ഓക്കെ. അവനിശ്ശേരി പഞ്ചായത്തിനകത്ത് ലെവൽ 2 കാറ്റഗറിയിൽ +1 +2 ഡിഗ്രി സ്റ്റാൻഡേർഡിൽ നിന്നും 100% സ്കോളർഷിപ്പ് എലിജിബിൾ ആയിട്ടുള്ള കുട്ടികളുടെ പേരാണ് പറയുന്നത്. 504 ദേവമിത്ര ബി വി, 505 അവനി കൃഷ്ണ ബി വി, 500 അദ്വൈത് കെ വി, 503 വേദഭദ്ര വി എം, 501 അഖിലേന്ദു പി ആർ. ചാളൂർ പഞ്ചായത്തില് റോൾ നമ്പർ 505 അജയ് ജെയ്സൺ, 518 അനാമിക കെ, 512 അവന്തിക കെ, 503 ദേവനന്ദ കെ രതീഷ്, 528 വൈഷ്ണവി ടി ആർ. ചാളൂർ പഞ്ചായത്തിനകത്ത് 100% സ്കോളർഷിപ്പ് ലഭിച്ച ലെവൽ 2 ക്ലാസ്സിലെ +1 +2 ഡിഗ്രി സ്റ്റാൻഡേർഡ്സിലെ കുട്ടികളുടെ പേരാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി ചേലക്കര പഞ്ചായത്തിനകത്ത് 100% സ്കോളർഷിപ്പ് +1 +2 ഡിഗ്രി സ്റ്റാൻഡേർഡ് കിട്ടിയിട്ടുള്ള അവരുടെ പേരാണ് പറയുന്നത്. 583 വിനായക് എസ്, 580 അശ്വതി ആർ, 552 ശാലിനി എ, 582 അൻവിൻ പി തോമസ്, 584 അഭിഷിക് വി ഡി. അപ്പം ചേലക്കര പഞ്ചായത്തിൽ നിന്ന് 100% സ്കോളർഷിപ്പ് ലഭിച്ച +1 +2 ഡിഗ്രി സ്റ്റാൻഡേർഡിലെ 5 കുട്ടികളുടെ പേരാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ചേർപ്പ് പഞ്ചായത്തിനകത്ത് ലഭിച്ച കുട്ടികളാണ് റോൾ നമ്പർ 611 അവന്തിക എസ് നാരായൺ, റോൾ നമ്പർ 506 ആദിത്യൻ എം പി, 502 ശ്രീഹരി, 508 വേദിക വിജയകുമാർ, 501 കൃഷ്ണപ്രിയ പി എസ്. ഇത്രയും പേർക്കാണ് ചേർപ്പ് പഞ്ചായത്തിനകത്ത് 100% സ്കോളർഷിപ്പ് ലഭിച്ചിട്ടുള്ളത്. അടുത്തത് ചൊവ്വന്നൂർ പഞ്ചായത്തിലാണ്. ചൊവ്വന്നൂർ പഞ്ചായത്തിനകത്ത് സ്കോളർഷിപ്പ് കിട്ടിയ 100% സ്കോളർഷിപ്പ് കിട്ടിയ കുട്ടികൾ ദിൽന കെ ഡി ചൊവ്വന്നൂര്,
502, 506 ജിത്യ എം ജെ ചൊവ്വന്നൂര്, 505 ഏഞ്ചലോ എം ജെ ചൊവ്വന്നൂര്, 500 അദ്വൈത് കൃഷ്ണ പി എസ്, 501 അഭിനവ് കൃഷ്ണ AS. അപ്പൊ ചൊവ്വന്നൂരിലെ റിസൾട്ട് ഇവിടെ ഓൾറെഡി നിങ്ങൾക്ക് ഷോ ചെയ്ത് കാണാൻ പറ്റുന്നുണ്ട്. 502 ദിൽന, 506 ജിത്യ എം ജെ, 505 ഏഞ്ചലോ എം ജെ, 500 അദ്വൈത് കൃഷ്ണ പി എസ്, 501 അഭിനവ് കൃഷ്ണ AS. ദേശമംഗലം പഞ്ചായത്തിനകത്ത് 521 അനുപമ PM, 519 റിയ മെഹറിൻ PA, 534 ആര്യനന്ദ K, 512 അക്ഷയ് TU, 500 കൃഷ്ണ PV. ദേശമംഗലം പഞ്ചായത്ത്. അതുപോലെ എടത്തുരുത്തി പഞ്ചായത്തിനകത്ത് 505 ഐശ്വര്യ സഞ്ജയ്, 500 ഫാത്തിമ PS, 508 അഭിനവ് TS, 504 ആര്യ ആദർശ്, 506 ഉമേഷ് MV. എടത്തിരുത്തി പഞ്ചായത്തിലെ ലെവൽ 2 കാറ്റഗറി +1 +2 ഡിഗ്രി സ്റ്റാൻഡേർഡിൽ നിന്നും 100% സ്കോളർഷിപ്പ് വെച്ച കുട്ടികളുടെ എണ്ണമാണ് പറഞ്ഞിട്ടുള്ളത്. എടവിലങ്ങ് പഞ്ചായത്തില് റോൾ നമ്പർ 500 സുഹൈന തസ്നീം, 503 ഫാത്തിമ നസ്രീൻ, 502 സൽമ, 504 ശിവന്യ KS, 505 ശിവന്യ ID. എളവള്ളി പഞ്ചായത്ത് 531 അമിത കൃഷ്ണ PS, 532 സാവിയോ സെബി, 520 ആർത്തിക് KS, 500 അഭിരാം, 512 അനുഷ്ക. ഇങ്ങണ്ടിയൂർ പഞ്ചായത്തിനകത്ത് 501 അനന്തലക്ഷ്മി M, 502 ലക്ഷ്മി US, 505 റൈഹാൻ PS, 503 പ്രണവ് VP, 504 ആദിഷ് ചന്ദ്ര. ഏരിയാട് പഞ്ചായത്തിനകത്ത് മുഹമ്മദ് ഹാഫിസ് KU, 506 റോൾ നമ്പർ, 502 പമി കൃഷ്ണ, 516 സാലിഹ KS, 522 അമീന TN, 527 നസ്റിൻ MS. ഏരിയാട് പഞ്ചായത്തിലാണ് പറഞ്ഞത്. എരുമപ്പെട്ടി പഞ്ചായത്തില് റോൾ നമ്പർ 500 അനുശ്രീ VK, 525 ആദിശേഷൻ K, 509 റോസ്മേരി PJ, 512 സാന്ദ്ര ജോണി M, 502 കാതറിൻ മേരി ബിജു. കടങ്കോട് പഞ്ചായത്ത് 513 ദേവിക CM, 503 നജില റഹ്മാൻ, 511 ഗോപിക TP, 505 അഭിജിത്ത് KS, 523 മുഹമ്മദ് സിനാൻ, 508 ബബിത KV. കാടങ്കോട്. ഒരു കാര്യം പറയാനുള്ളത്, ലെവൽ 1 കാറ്റഗറിയിലെ സ്റ്റുഡൻസിന്റെ റിസൾട്ട് ഈ ലെവൽ 2 ശേഷം പറയും. ഇത് കഴിഞ്ഞ ഉടനെ നമ്മൾ 7, 8, 9, 10 ക്ലാസ്സിലെ കുട്ടികളുടെ റിസൾട്ട് ആണ് അനൗൺസ് ചെയ്യുക. ഓക്കെ. കടപ്പുറം പഞ്ചായത്ത് 503 ഫഹദ് PR, 502 ദിയ പ്രവീൺ TF, 553 ഷഹല VS, 552 ദിയ ദിനേശൻ, 504 അഫ്നാസ്. കടപ്പുറം പഞ്ചായത്ത്. കടവള്ളൂർ പഞ്ചായത്ത് അനന്ത MP, 506 അനന്ത MP, 500 അഭിജിത്ത് VR, 504 ഫാത്തിമ KI, 508 ശ്രീഹരി A, 502 ആയിഷ മിൻഹ K. കടവള്ളൂർ പഞ്ചായത്തിലെ +1 +2 ഡിഗ്രി സ്റ്റുഡൻസിന്റെ റിസൾട്ട് ആണ് പറയുന്നത്. കടുകുട്ടി പഞ്ചായത്തില് 501 ഋഷികേശ് രാജ് MR, 503 യദു കൃഷ്ണ, 505 നജ ഫാത്തിമ CA, 501 കോൾബർട്ട്, 502 ദേവനന്ദ. കയ്പമംഗലം പഞ്ചായത്ത് 112 അർച്ചന, 512 അർച്ചന, 512 സെബാൻ ഔഷാദ്, 507 ദേവനന്ദ PT, 516 സൂരജ് സുരേഷ്, 515 നാബിയ ഫാത്തിമ. കയ്പമംഗലം പഞ്ചായത്ത്.
കൈപ്പറമ്പ് പഞ്ചായത്ത് 500 ആഷ്ലി മരിയ AM, 501 അലോണ ഡാനി വി, 516 അനാമിക CM, 509 അതുൽ കൃഷ്ണ BV, 512 ദേവി പാർവതി UA. കണ്ടനശ്ശേരി പഞ്ചായത്ത് 510 തൻവീർ അഹമ്മദ് A, 503 അൽന ജോസഫ്, 508 ആദിശങ്കർ NS, 504 നസ്നിയ പോൾസൺ, 506 ഹന്ന TF. കണ്ടനശ്ശേരി പഞ്ചായത്ത്. റോൾ നമ്പറും പേരും നിങ്ങൾ മാച്ച് ചെയ്ത് നോക്കുക. ചില പേരുകളൊക്കെ നിങ്ങൾ കൊടുത്തതിന്റെ മിസ്റ്റേക്സുകൾ ഉണ്ടാവാം, സ്വാഭാവികമായിട്ട് നമ്മളോട് പറയുന്ന സമയത്ത് ശ്രദ്ധിക്കുക. 505 കാരളം പഞ്ചായത്തിനകത്ത് 100% സ്കോളർഷിപ്പ് ലെവൽ 2 കാറ്റഗറി കിട്ടിയ +1 +2 ഡിഗ്രി സ്റ്റാൻഡേർഡ് കിട്ടിയ കുട്ടികളുടെ പേരാണ് പറയുന്നത്. 505 ആഷ്മി NS, 501 ഷിൽന PS, 502 ശിവാനി AP, 503 സൂര്യദേവ് VM, 500 ഹജ്റ റമീൻ KR, 504 അനന്തു കൃഷ്ണ PS. കാരളം പഞ്ചായത്ത്. കട്ടങ്ങാമ്പൂർ പഞ്ചായത്ത് 503 അലൻ ബിജു M, 500 അമൃത P പ്രതീഷ്, 501 അനാമിക CS, 504 സ്നേഹ KS, 504 യദു കൃഷ്ണ MD. കാട്ടമ്പൂർ പഞ്ചായത്ത്. കാട്ടൂർ പഞ്ചായത്ത് 500 ആശിഷ അഷീൽ, 501 സഫ്ന PN, 503 പ്രണവ് TR, 502 ഉത്തരജ KU, 504 ശ്രീമോൻ MR. കാട്ടൂർ പഞ്ചായത്ത്. കൊടകര പഞ്ചായത്തില് റോൾ നമ്പർ 500 ലക്ഷ്മി രഘുനാഥ്, 506 ഫാബിയോ ജോബി, 509 അർജുൻ CS, 510 ഹേവന ലിൻസൺ, 501 നേഹ പോൾ. കൊടകര പഞ്ചായത്ത്. കോടശ്ശേരി പഞ്ചായത്തില് 506 അനാമിക AS, 502 അവനി ബിനേഷ്, 500 ആവണി, 509 ഏഞ്ചൽ ലിജോ, 503 ദേവനന്ദ KS, 510 അശ്വതി KS. കോടശ്ശേരി പഞ്ചായത്ത്. കോലഴി പഞ്ചായത്തില് 510 പുരന്ദർ മേനോൻ, 508 കൃഷ്ണദേവ് K, 503 എട്ന മാർഗ്, 522 നിരഞ്ജന, 515 അനന്തകൃഷ്ണൻ. കൊണ്ടാഴി പഞ്ചായത്ത് 500 സനുഷ PS, 502 നവ്യ PV, 501 ഷിഫ്ന AM. കൊണ്ടാഴി പഞ്ചായത്ത്. കൊരട്ടി പഞ്ചായത്ത് 501 ജസന്ത ജസ്റ്റിൻ, 500 ഏഞ്ചൽ റോസ്. കൊരട്ടി പഞ്ചായത്ത്. കൂടൂർ പഞ്ചായത്ത് 508 ക്രിസ്റ്റഫർ KO, 507 അഭയ്ദേവ്, 500 ക്രിസ്റ്റീന കിഷോർ കൂടൂർ, 504 ശ്രീയൻക S കൂടൂർ, 506 നവീൻ NA. മാടക്കത്തറ പഞ്ചായത്ത് 503 സാന്ദ്ര സന്തോഷ്, 508 ദയ AD, 510 ശ്രേയസ് PS, 511 ഐറിൻ ജോസ്, 500 സിയ EU. മാടക്കത്തറ പഞ്ചായത്ത്. അടുത്ത മാളയിലാണ്. മാളയിൽ നിന്നും 100% സ്കോളർഷിപ്പ് ലഭിച്ച കുട്ടികൾ 507 കരോളിൻ തോമസ്, 508 ദിയ S നായർ, 510 J ശിവനന്ദു, 502 ശ്രേയ കമ്മത്ത്, 506 ശ്വേത TS. മണലൂർ പഞ്ചായത്ത് ഇഷിക 501 റോൾ നമ്പർ 501 ഇഷിക, 502 ദീപ്തിക, 509 അശ്വതി CS, 506 അഭിനവ് ജുബിൻ, 520 അർജിത് VS. മതിലകം പഞ്ചായത്ത് 513 ആയിഷ പ്രവീൺ VM, 515 ഫാത്തിമ ഫഹ്മിദ K,
586 ഹാരിത് CJ, 587 മിൻഹ CJ, 507 അഫ്താബ് മുഹമ്മദ്, 637 ഫാത്തിമത്ത് സലീഹ MS. ചില സ്ഥലങ്ങളിൽ കുട്ടികളുടെ എണ്ണം 5-ൽ കൂടുതൽ വരുന്നുണ്ടെങ്കിൽ ഒരേ മാർക്ക് ലഭിച്ച കുട്ടികളുടേതാണ് 5-ൽ കൂടുതൽ ആൾക്കാർക്ക് സ്കോളർഷിപ്പ് വരുന്നത്. ഓക്കെ. മറ്റത്തൂർ പഞ്ചായത്തില് 503 റഷിന CC, 517 റിസ്വാന MM, 518 ആർജഷീൻ TS, 501 അനുശ്രീ PN, 500 മെറിൻ ഷിബു. മറ്റത്തൂർ പഞ്ചായത്ത്. പേരുകൾ വായിക്കും. നിങ്ങൾ എന്താണോ പേരുകൾ നിങ്ങളുടെ OMR ഷീറ്റിൽ ഫില്ല് ചെയ്ത്, പല കുട്ടികളും OMR ഷീറ്റിൽ പേരൊക്കെ ഫില്ല് ചെയ്തത് വളരെ ഡിഫറെന്റ് ആയിട്ടാണ്. അതുകൊണ്ട് ചിലപ്പോൾ നിങ്ങളുടെ പേരുമായിട്ട് ചിലപ്പോൾ ചില ഡിഫറൻസ് ഉണ്ടാവാം. അത് നിങ്ങൾ നൽകിയ പേരെന്താണോ അതാണ് ഇവിടെ ഷീറ്റിനകത്ത് വായിക്കുക. ഓക്കെ. മേലൂർ പഞ്ചായത്ത് 505 ഗ്രേസ് മരിയ തോമസ്, 507 ശിവകാമി KS, 506 മേഘ്ന, 500 ഏഞ്ചൽ ജോയ്, 504 ദേവപ്രിയ സതീഷ്. മുല്ലശ്ശേരി പഞ്ചായത്ത് 514 ശിവരഞ്ജിനി, മുളങ്കുന്നത്തുകാവ് പഞ്ചായത്ത് 511 വിനായക് വിനോദ് A, 515 ആനന്ദകൃഷ്ണൻ K, 503 സൂര്യ M, 501 അഞ്ജലി രാജീവ്, 509 അമൽ K. മുല്ലശ്ശേരി പഞ്ചായത്ത് 514 ശിവരഞ്ജിനി ദാസ്, 502 ഐശ്വര്യ K, 508 സഞ്ജയ് E, 510 കൃഷ്ണ M മുരളീധരൻ, 501 അധീന MB, 507 ആവണി KS. മുല്ലൂർക്കര പഞ്ചായത്ത് ദേവിക കൃഷ്ണ PK, 500 റോൾ നമ്പർ, 509 ശ്രീദേവി TS, 512 അംന ഹന്നത്ത് K, 516 നിസാന ജാസ്മിൻ PN, 518 അനൽ T നിർമ്മൽ. മൂരിയാട് പഞ്ചായത്ത് 502 ശ്രീ പാർവതി M നായർ, 501 കൃഷ്ണപ്രിയ KR, 505 അർജുൻ TS, 507 പെരസ് ഷൈജു, 503 ജസ്ലിൻ സൂസൻ മനോജ്. മൂരിയാട് പഞ്ചായത്ത്. നടത്തറ പഞ്ചായത്ത് 510 എയ്തൻ സനീഷ്, 500 റോൾ നമ്പർ 500 അനാമിക ബാബു, 504 അൽന ഫ്രാൻസിസ്, 502 ഗൗതം കൃഷ്ണ CR, 531 ആകാശ് P. നടത്തറ പഞ്ചായത്ത്. നെന്മണിക്കര പഞ്ചായത്തില് 514 റോൾ നമ്പർ ഹൃദ്യ റോസ് ആന്റണി, 508 ആയുഷ് K അബില, 506 ഷെറിൻ ഷാജൻ, 504 ഹരികൃഷ്ണൻ VK, 502 ദേവ മഹേശ്വർ KR. നെന്മണിക്കര പഞ്ചായത്ത്. ഒരുമനയൂർ പഞ്ചായത്തില് റോൾ നമ്പർ 500 M ഷാഫി PA, ഷബ്ന PS, 501 അനന്യ CM. ഒരുമനയൂർ പഞ്ചായത്ത്. പടിയൂർ പഞ്ചായത്ത് 505 ശിവനന്ദ K, 554 ജാക്ലിൻ മെൻഡസ്, 501 ആദിത്യ ES, 503 അനന്യ ലജേഷ്, 504 ബിനിഷ. പടിയൂർ പഞ്ചായത്ത്. പാണഞ്ചേരി പഞ്ചായത്തിൽ ലെവൽ 2 +1 +2 ഡിഗ്രി ക്ലാസ്സുകളിലെ കുട്ടികളുടെ റിസൾട്ട് ആണ് ഇന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ലെവൽ 2 കാറ്റഗറി പാണഞ്ചേരി പഞ്ചായത്തിൽ നിന്നും 548 ജെ ലിറിക് ഷമിൽ, 552 സൗഹൃദ PR, 539 ദിൽഷ KS, 515 ആവണി PD, 534 അൻസിയ EB. പാഞ്ഞാൾ പഞ്ചായത്ത് റോൾ നമ്പർ 586 ശിവഗംഗ P, 508 അരുൺ സോണി, 504 അതുല്യ കൃഷ്ണ TR പാഞ്ഞാൾ, 505 സയ്യിദ AS, 525 അനന്യ P. പാറളം പഞ്ചായത്ത് ഐഷ അയൂബ് 501, 503 കാർത്തികേയൻ, 504 ക്രിസ്റ്റോ, 580 നേഹ KR, 506 ശ്രേയസ് M. പറപ്പൂക്കര പഞ്ചായത്ത്
504 അശ്വതി ആനന്ദ്. 503 സെലിൻ റോസ് ജെറി. 507 നിവേദിത വിനോദ് കുമാർ. 506 അതുൽ കൃഷ്ണ. 500 ശ്രീനന്ദ KB. പരിയാരം പഞ്ചായത്ത് 503 കാർത്തിക് CL. 500 തെരേസ ലോനപ്പൻ. 501 ജോഫൽ. 501 അഭിനവ് കൃഷ്ണ. 502 അതിൽ AB. പേരുകൾ ശ്രദ്ധിക്കുക എല്ലാവരും. പാവറട്ടി പഞ്ചായത്ത് 516 അനിത VM. 507 ലിനസ് ഫ്രാൻസി. 510 വൈഷ്ണവി KN. 519 ഋതുപർണ. 514 നിരഞ്ജൻ. പഴയന്നൂർ പഞ്ചായത്ത് 519 അർജുൻ CR. 501 ഐശ്വര്യ MP. 522 ശ്രീ പാർവതി. 525 അഭിനൻ M. പെരിഞ്ഞനം പഴയന്നൂരിൽ പറഞ്ഞു. പെരിഞ്ഞനം പഞ്ചായത്ത് സിയു തീർത്ഥ KG. 514. 515 അച്യുത് കൃഷ്ണ PM. 509 വിവേക് അമൃത KA. 508 ഇഷാൽ യാസ്മിൻ. 519 നയിമ നസ്രീൻ. പെരിഞ്ഞനം പഞ്ചായത്ത്. പൂമംഗലം വൈദേഹി 501. 504 ശ്രീഹരിനന്ദ് PV. 500 അനഘ. പോർക്കുളം പഞ്ചായത്ത് 500 നിഷ MN. 501 അഭിനന്ദ. 502 അഫ്സൽ AL. പൊയ്യ പഞ്ചായത്ത് 507 ഹൃദിക് A മേനോൻ. 506 ദേവഗംഗ AR. 500 എയ്ബൽ ജോസ്ബിൻ V. 504 അനുഗ്രഹ ഗിരീഷ്. 501 PS നന്ദഗോപൻ. പുതുക്കാട് പഞ്ചായത്ത് അവണി 501 അവനി സ്റ്റാലിൻ. 500 ദേവിക KS. 505 അനന്തനാരായണൻ VS. 507 അനന്യ സരീഷ്. 510 കൃഷ്ണജിത്ത്. പുതുക്കാട് പഞ്ചായത്ത്. പുന്നയൂർ പഞ്ചായത്ത് 514 സായുജ MS. 504 അതുൽ കൃഷ്ണ MS. 511 ഫാത്തിമ ഫിദ UA. 519 ഷഹിന KS. 506 മുഹമ്മദ് അനസ് KS. പുന്നയൂർക്കുളം പഞ്ചായത്ത് 518 അതിദ TM. 519 ഹസീറ. 507 മുഹമ്മദ് ആദിൽ. 541 അബ്ബാൻ. 512 ഫിദ അഷറഫ്. പുത്തഞ്ചിറ പഞ്ചായത്ത് 501 മുഹമ്മദ് ഫർഹാൻ TL. 500 ഋഷികേശ് വിനയൻ. 502 ഉത്തര K ഗിരീഷ്. 503 മീനാക്ഷി CA. പുത്തഞ്ചിറ പഞ്ചായത്ത്. ഇനി പുത്തൂർ പഞ്ചായത്തില് 527 അക്ഷയ ലക്ഷ്മി PL. 513 ആദിത്യ PS. 520 അഞ്ജലി കൃഷ്ണ സുനിൽ. 501 നിരഞ്ജന വിജയൻ. 509 ഗോഡ്വിൻ ബിനു. 511 സ്പർശ് P സതീഷ്. ശ്രീനാരായണപുരം പഞ്ചായത്ത് 584 ഷമിൽ സുരേഷ്. 500 ആലിയ PF. 502 ഇന്ദ്രജ KM. 518 അൽ റഹ്യാൻ KS. 588 ആഗ്നേശ്വർ VS. തളിക്കുളം പഞ്ചായത്ത് 511 അബ്ദുൽ മഹിമാൻ. താനിയം പഞ്ചായത്ത് 501 അഭിനവ് കൃഷ്ണ P. 529 ശ്രിയ TA. 513 നിഹാരിക NS. 515 ആഷ്മി അസീം. 509 തെന്നൽ K ഷിജിൻ. തെക്കുംകര പഞ്ചായത്ത് 513 മാളവിക KJ. 504 വിവ മരിയ ഷാജൻ. 501 ഓർമ്മ K ഷൈൻ. 503 നിത്യ നിതീഷ്. 514 ആൻലിയ KS. തിരുവല്ലാമല പഞ്ചായത്ത് 556 ശിവന്യ K. 515 അനാമിക A. 557 മഹിമ AS. 554 മുബീന ഹസീൻ. തിരുവല്ലാമല. തോളൂർ പഞ്ചായത്ത് 503 അലോണ മേരി KK. 501 അഭിഷേക് KS. 500 കീർത്തി ലക്ഷ്മി A. 502 ആര്യ കൃഷ്ണ PM. വടക്കേക്കാട് പഞ്ചായത്ത് തൃക്കൂർ പഞ്ചായത്ത് ജവാന P. 501 ജവാന P ജോജു. 512 സായുജ്യ KS. 503 ജെൽസൺ NJ. 502 ആൻമരിയ ബിജു. 500 ജോസ്വിൻ വർഗീസ്. വടക്കേക്കാട് പഞ്ചായത്ത് 524 മുഹമ്മദ് യൂസഫ് CA. 500 മെഹ്റിൻ TV.
512 ആർദ്ര MA, 516 ഷിഫ ആയിഷ, 518 ഹലീന മാലിക്. വാടാനപ്പള്ളി പഞ്ചായത്ത് 509 സാലിഹ AA, 517 വ്ളാഡിമർ ലെനിൻ, 506 സുമയ്യ B, 516 ഹിബ നസ്രിൻ, 507 സന KM. വലപ്പാട് പഞ്ചായത്ത് 500 നന്ദന CS, 504 ആരവ് T സോളമൻ, 511 വൈഷ്ണ പ്രജിത്ത്, 503 റിദ ഫാത്തിമ RA, 505 ലക്ഷ്മി പ്രിയ KS. വല്ലച്ചിറ പഞ്ചായത്ത് നിരൂപ് K, 507, 554 നച്ചികേത് അരുൺ, 505 ആര്യലക്ഷ്മി, 508 ദേവിക AS, 506 അശ്വിൻ TS. ഇതിനുശേഷം ലെവൽ 1ന്റെ റിസൾട്ട് അനൗൺസ് ചെയ്യുന്നതായിരിക്കും. കുട്ടികൾ വെയിറ്റ് ചെയ്യുക. വള്ളത്തോൾ നഗർ അവന്തിക P, 502, 511 ഷാജ യാസ്മിൻ, 504 നസ്രിൻ M, 500 ഷഹാന യാമിൻ, 509 അവന്തിക അനന്തകൃഷ്ണൻ വള്ളത്തോൾ നഗർ. വരന്തരപ്പള്ളി പഞ്ചായത്ത് സനം സുൽത്താന, മുഹമ്മദ് അനസ് KS, അജയ്, അലൻ TJ, അനാമിക, ഫിദ യൂസഫ്. വരവൂർ പഞ്ചായത്ത് നിവേദ്യ KS, ധനുഷ് S, ശ്രേയ MM, ദിയ S, കാശിനാഥ് TR. വെള്ളാങ്ങല്ലൂർ പഞ്ചായത്ത് 509 അൽ അമീൻ റഹീം, 507 സന സാഹുൽ, 503 ഫാത്തിമ നസ്രീൻ, 511 സൗര VS, 510 ആഗ്നേയ KV. വെള്ളൂക്കര പഞ്ചായത്ത് നിരഞ്ജൻ രാജീവ്, 510, 512 രോഹിത് ബിജു, 502 ആലിയ ഫാത്തിമ, 506 രാജശ്രീ TR, 511 അശ്വന്ത് കൃഷ്ണ, 508 സുരാഗ് M. വേളൂർ പഞ്ചായത്ത് 559 അമലേന്ദു MR, 504 ആര്യ KM, 505 ആദിത്യൻ KM. വെങ്കിടങ്ങ് പഞ്ചായത്ത് 501 വാണി മോഹൻ, 500 ശ്രേയ റോസ് ജോസഫ്, 502 ദിവ്യ പ്രദീപ്, 503 അനുപമ KP, 501 അനുശ്രീ PS. ഇനി മുനിസിപ്പാലിറ്റിയുടെ ആണ് വായിക്കുന്നത്. മുനിസിപ്പാലിറ്റിയുടെ പഞ്ചായത്തുകളുടെ ആണ് ഇപ്പൊ കഴിഞ്ഞത്. മുനിസിപ്പാലിറ്റി ചാലക്കുടി മുനിസിപ്പാലിറ്റി 514 അഭിജിത്ത് ഷിബു, 507 ഗൗരി KS, 500 അന്ന ലൈജു, 513 അൻഷിൽ VA, 501 അയന ഷിബു, 508 ഡോണ ബാബു. ചാവക്കാട് മുനിസിപ്പാലിറ്റി 506 ഫിദ VS, 502 റെന സെയിൻ M, 500 മുർഷിദ, 508 മെഹ്ജുൻ VT, 504 ഫിസ ഫൈസൽ, 500 ഹിമ ഫാത്തിമ EB, 509 രാഹുൽ K രാജീവ്. ഗുരുവായൂർ മുനിസിപ്പാലിറ്റി AD ശ്രീനന്ദ, 524 അവ്വിക്ത് TS, 518 അഹല്യ K രമേശ്, 527 അനാമിക PS, 504 ഗൗതം S നായർ. ഇരിങ്ങാലക്കുട മുനിസിപ്പാലിറ്റി ഗായത്രി മധു K, 505, 513 വരദ MR, 514 നിവേദ്യ CT, 506 ശ്രീലക്ഷ്മി B നായർ, 512 അനന്യ അനിൽ. കൊടുങ്ങല്ലൂർ മുനിസിപ്പാലിറ്റി അതുൽ കൃഷ്ണ BV, 507, 505 അമയ ജാൻസൺ, 502 വൈഷ്ണവി VM, 501 ജ്യോതിഷ PS, 514 ഗോപിക സുജേഷ്. കുന്നംകുളം മുനിസിപ്പാലിറ്റി 558 അർച്ചന PB, 564 മുഹമ്മദ് സിയാദ്, 514 അഞ്ജലി KS, 510 അലൻ ജോർജ്, 519 സഫ്തസ്നീം. കുന്നംകുളം മുനിസിപ്പാലിറ്റി. വടക്കാഞ്ചേരി മുനിസിപ്പാലിറ്റി 531 വിസ്മയ MB, 507 അലോ കൃഷ്ണ M, 515 ഹരിചന്ദ്രൻ PP, 521
521 നിഖില PP, 524 ഫ്രാൻസിയ സേവിയർ, തൃശൂർ കോർപ്പറേഷൻ 518 പുണ്യ MP, 533 ശ്രീഭദ്ര ശിവൻ, 521 ദയ TS, 500 ആര്യദേവ് നാരായൺ, 540 അപർണ PB. നമ്മൾ ഇതുവരെ വായിച്ചത് ലെവൽ 2 സ്റ്റാൻഡേർഡിലെ കുട്ടികളുടെ, അതായത് +1 +2 ഡിഗ്രി സ്റ്റുഡൻസിലെ കുട്ടികളുടെ റിസൾട്ട് ആണ്. ഏറ്റവും കൂടുതൽ കുട്ടികളുടെ റിസൾട്ട് ഉള്ളത് ലെവൽ 1 കാറ്റഗറിയിലാണ്. 7, 8, 9, 10 ക്ലാസ്സിലെ കുട്ടികളുടെ റിസൾട്ടാണ് നമ്മൾ ഇനി പറയാൻ വേണ്ടി പോകുന്നത്. 7, 8, 9, 10 ക്ലാസ്സിലെ റിസൾട്ട്. ലെവൽ 2ലെ കുട്ടികളുടെ പേരുകളൊക്കെ ചില ആൾക്കാർക്ക് ചിലപ്പോൾ ഡൗട്ട്സ് ഒക്കെ ഉണ്ടാവാം. കൃത്യമായ ലിസ്റ്റുകൾ നിങ്ങളുടെ ഈ ഗ്രൂപ്പിനകത്ത് പബ്ലിഷ് ചെയ്യും, അല്ലാതെ നിങ്ങളുടെ പഞ്ചായത്തിലും സ്കൂളിലൊക്കെ ലഭ്യമാവും. അപ്പോൾ സ്പീഡിലാണ് വായിക്കുന്നത്, കാരണം ഒരുപാട് പേരുടെ പേര് പറയാനുള്ളത് കൊണ്ട് നമുക്ക് സമയത്തിന്റെ പരിമിതി ഉള്ളത് കൊണ്ട് പെട്ടെന്ന് വായിക്കുന്നതാണ്. നമ്മൾ ഇനി പറയുന്നത് ലെവൽ 1 കാറ്റഗറി സ്റ്റുഡൻസിന്റെ ആണ്. 7, 8, 9, 10 ക്ലാസ്സിലെ കുട്ടികളുടെ ലെവൽ 1 ക്ലാസ്സിലെ കുട്ടികളുടെ റിസൾട്ട് ആണ് ഇനി പറയാൻ വേണ്ടി പോകുന്നത്. നമ്മൾ നേരത്തെ വായിച്ച പോലെ തന്നെ ഓർഡറിൽ തന്നെയാണ് വായിക്കുന്നത് ഓരോ പഞ്ചായത്തിന്റെയും. നിങ്ങൾ എന്താണോ നിങ്ങളുടെ OMR ഷീറ്റിൽ കൊടുത്ത പേര് ആ രീതിയിലാണ് വായിക്കുക. ചില സ്പെല്ലിംഗ് ഒക്കെ മിസ്റ്റേക്ക് ആയിട്ട് കൊടുത്തിട്ടുണ്ട്, പല പല കൺഫ്യൂഷൻസ് നിങ്ങൾ എഴുതിയതിനകത്ത് വന്നിട്ടുണ്ട്. അതുകൊണ്ട് പേരുകൾ വായിക്കുമ്പോൾ ചിലപ്പോൾ മാറാം. റോൾ നമ്പർ മിസ്റ്റേക്ക് കൊടുത്ത കുട്ടികളുണ്ട്, അതൊക്കെ മാക്സിമം ക്ലിയർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് പേരുകൾ വായിക്കാൻ ശ്രദ്ധിച്ച് കേൾക്കുക, പിന്നീട് ഗ്രൂപ്പിൽ പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ. അടാട്ട് പഞ്ചായത്ത് റോൾ നമ്പർ മാത്രം, റോൾ നമ്പർ പേരും വായിക്കാം. 520 എയ്വ ഏഞ്ചൽ CR, 504 ഉത്തര MS, 514 അഭിനവ് KS, 511 ആനന്ദ് ബാബു, 512 അഭിനവ് ദേവ് KS. നമ്മുടെ ലെവൽ 1 കാറ്റഗറിയുടെ റിസൾട്ട് ആണ് ഇപ്പൊ പറയുന്നത്. ലെവൽ 1 കാറ്റഗറിയിലെ ലെവൽ 1 കാറ്റഗറിയിലെ 7, 8, 9, 10 ക്ലാസ്സിലെ കുട്ടികളുടെ റിസൾട്ട് ആണ് പബ്ലിഷ് ചെയ്യുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഏറ്റവും കൂടുതൽ കുട്ടികൾ പരീക്ഷ എഴുതിയിട്ടുള്ളതാണിത്. അളഗപ്പ നഗർ പഞ്ചായത്തിനകത്ത് വന്ന കുട്ടി ശിവാനി T, വിദുൽ കൃഷ്ണ TR, ഹെൽന റോസ് ബാബു, ഗൗരി നന്ദ PS, സൗരവ് കൃഷ്ണ E. ആളൂർ പഞ്ചായത്ത് ആമേയ ബിജു, ശ്രീരാം CR, ശ്രുതി നന്ദ. ഒരേ പേരുള്ളവർക്ക് റോൾ നമ്പർ മാച്ച് ചെക്ക് ചെയ്യാം കേട്ടോ. ഒരേ പേരുള്ള റോൾ നമ്പർ ആയിട്ട് കമ്പയർ ചെയ്ത് നോക്കാം. 534 കെവിൻ ജോസ്, ഈവ ജെന്നിസ് TL, ജെന്നിഫർ, ജിസ്ന VS. ഇതാണ് ആളൂർ പഞ്ചായത്തിന്റെ റിസൾട്ട്. അന്നമനട പഞ്ചായത്തിൽ നീരജ് R മേനോൻ, ആരബി S, ദേവിക S, ഗോകുൽ ദേവ്, അനാമിക AU, ദേവദത്ത് E, ഷഹി. പേരുകൾ വായിക്കുമ്പം നിങ്ങൾ എന്താണോ പേരുകൾ എഴുതിയിട്ടുള്ള ആ പേരുകൾ വായിക്കുക. നിങ്ങൾ OMR ഷീറ്റിന് തെറ്റായ പേര് കൊടുത്താൽ ആ പേരാണ് വായിക്കുക. റോൾ നമ്പറായിട്ട് നിങ്ങൾ മാച്ച് ചെയ്ത് നോക്കുക. അന്തിക്കാട് അതുല്യ, കൃഷ്ണേന്ദു TS, ഡാനിയൽ വിൽസൺ, ദേവനന്ദ് KB, അവന്തിക KS. റോൾ നമ്പർ നിങ്ങൾ ചെക്ക് ചെയ്യാം കേട്ടോ. അരിമ്പൂർ പഞ്ചായത്ത് 542 ആണ് സ്റ്റാർട്ടിംഗ് റോൾ നമ്പർ. ആകാശ് VL, 531 ആയുഷ് വിനീഷ്, 509 അഭിനന്ദ MK, 538 സായൂജ് കൃഷ്ണ CS, 523 അവിനാഷ് BS. ആതിരപ്പള്ളി എബി O ചന്ദ്രദേവ്, 519 സ്റ്റെയിൻ, 516 509 വിഷ്ണു, 510 അശ്വിത AM, 504 ശ്രീലക്ഷ്മി. അവനൂർ പഞ്ചായത്ത് 538 ശ്രേയ CS, 517 അനശ്വര PG, 577 സാരോൺ VV, 504 വിഘ്നേഷ് MS, 544 ശ്രീയ സാനു. അവനശ്ശേരി പഞ്ചായത്ത് 521 ദേവനന്ദ AS, 550 ആദികൃഷ്ണ PM, 523 നവനീത് EJ, 506 ശിവാനി സന്തോഷ്, 518 ജോലിൻ അൻസോ. ചാടൂർ പഞ്ചായത്ത് 583 ബദ്രിനാഥ് NR, 514 ഹെൽന ടോണി, 524 അലീന ജെയ്സൺ, 508 ശ്രേയ ഘോഷ്, 522 നിഹാരിക PV. ചേലക്കര പഞ്ചായത്ത് 526 കാർത്തിക പ്രഭാത്, 586 രോഹിത BR, 520 ബെയ്സ TV, 503 അഞ്ജലി ദാസ്, 522 ലക്ഷ്മി MP. ചേർപ്പ് പഞ്ചായത്ത്
562 Angelo Sando, 518 Nakshatra MM, 577 Aisha Manha, 566 Niranjana KR, 513 Parvati TV, 571 Ananya V, Cherpa, Chundar Panchayat, 503 Sauparnika, 507 Anna Rose TS, 531 Sian Dev Paul, 500 Devananda VS, 504 Sriya KR, 512 Chovanur Panchayat, 512 Abhinav VJ, 519 Srinanda NS, 503 Agat Krishna PS, 508 Niranjana NS, 504 Adityan KB, Deshamangalam Panchayat, 533 Krishnendu, 512 Vishnumaya KR, 574 Abhiraj PS, 535 Sivya Sinkesh P, 558 Mitra MM, Edathirithi Panchayat, 542 Ashish Anil Kumar, 507 Manha Fatima CN, 520 Anurag TS, 521 Shivanjali, 535 Nanma MR. എടത്തിരുത്തി പഞ്ചായത്ത് റിസൾട്ടാണ് ഇപ്പൊ പറഞ്ഞത്. നമ്മളിപ്പോ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് 7, 8, 9, 10 ക്ലാസ്സിലെ കുട്ടികളുടെ ലെവൽ 1 കാറ്റഗറിയിലെ കുട്ടികളുടെ ഓരോ പഞ്ചായത്ത് റിസൾട്ടാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അടുത്ത എടവിലങ്ങ് പഞ്ചായത്താണ്. 548 ശ്രീലക്ഷ്മി NB, 529 ദേവിക ജവഹർ, 507 ശ്രീഹരി VM, 531 വൈഗ വത്സൻ, 590 ലക്ഷ്മി പാർവതി. എളവള്ളി പഞ്ചായത്ത് 502 KD രാമേശ്വർ, 513 സലാം AM, 515 അദ്വൈത് കൃഷ്ണ, 579 ഫയാസ് MF, 503 തീർത്ഥ VA, 508 ആര്യ MR, 535 ദിയ സാന്തി C, 539 അന്ന അൽസ. ചില പഞ്ചായത്തുകളിൽ 5-ൽ കൂടുതൽ കുട്ടികളുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം അവിടെ ഒരേ മാർക്ക് കിട്ടിയ കുട്ടികളാകുമ്പോഴാണ് കുട്ടികളുടെ എണ്ണത്തിൽ 5 ചിലപ്പോൾ 6 ആയിട്ട് മാറുന്നത്. ഏങ്ങണ്ടിയൂർ പഞ്ചായത്ത് 505 വൈഷ്ണവി സിജു, 509 ദക്ഷിണ CS, 553 നിഹാരിക CR, 511 ആദിത്രി TT, 516 അശ്വിൻ കൃഷ്ണ VA. ഇരിയാട് പഞ്ചായത്ത് ലക്ഷ്മി നിഹാര CS, 509, 592 നിയ കൃഷ്ണ VR, 577 ശബരിനാഥ് TM, 502 ഫിദ ഫാത്തിമ PA, 520 ഏഷ്യൽ ഫാത്തിമ. എരുമപ്പെട്ടി പഞ്ചായത്തില് 504 ശ്രീദേവിക K, 513 ദേവ് P ജയൻ, 509 അഭിജിത്ത് K, 518 നവനീത് TS, 514 ശ്രേയസ്. കടാങ്കോട് പഞ്ചായത്ത് 529 ദിയ TC, 503 ദിസ്ന ഡേവിസ് A, 506 അഹമ്മദ് സെയ്ഫ്, 519 ആദി കൃഷ്ണ KR, 525 ഫാത്തിമ റുസ്വാന OS. കടപ്പുറം പഞ്ചായത്ത് 558 നീഹ രാജേഷ്, 554 അസീമ PA, 508 ആമേയ രാജ് TJ, 511 മുഹമ്മദ് സിയാൻ, 534 ഹൈബുൾ മുഹമ്മദ്, 536 ഹരിനന്ദ KS. കടവള്ളൂർ പഞ്ചായത്തില് 587 ജിതിൻ CK, 580 ഗൗരി നന്ദ, 501 രുദ്രാക്ഷ് CS, 500 തുളസി, 585 അഭിനവ് കൃഷ്ണ. കടുകുട്ടി പഞ്ചായത്ത് 528 ശിവദത്ത് A മനോജ്, 523 ആരവ് S, 513 നിവേദ് കൃഷ്ണ P, 527 പാർവതി MR, 532 വെണ്ണില KS. കയ്പമംഗലം പഞ്ചായത്ത് 534 മുഹമ്മദ് സഫ്വാൻ PN, 562 അലൈ AD, 529 മുകിൽ കൃഷ്ണ K, 579 അമർനാഥ് TP, 576 അതുൽ കൃഷ്ണ PS. കൈപ്പറമ്പ് പഞ്ചായത്ത് കൃഷ്ണനന്ദ MN, അനുനന്ദ TM, 563 മുബീൻ മുഹമ്മദ്, 510 ഹരിവർദ്ധൻ അജിത്, 547 അജിൻ ജോഷി.
കണ്ടാനശ്ശേരി പഞ്ചായത്ത് 515 സൂര്യ കിരൺ കെ, 503 ശ്രീലക്ഷ്മി പി ജി, 510 ആര്യനന്ദ പി എസ്, 518 ജെറോം എസ്, 520 അലോൺ ജോഷി. കാരളം പഞ്ചായത്ത് 534 സൂര്യലക്ഷ്മി വി എം, 537 ജോൾ ജിഷി മാലയ്ക്കൽ, 533 ശിവാനി കെ എ, 518 നിയതി പി യു, 536 മണികണ്ഠൻ പി. കാട്ടകാമ്പൽ പഞ്ചായത്ത് 508 അനുശ്രീ സി എസ്, 569 ആവണി കെ എസ്, 574 ഗൗരിക, 575 ഉത്ര എം ബി, 504 അന്ന ടി ഷിജു. കാട്ടൂർ പഞ്ചായത്ത് 545 വിസ്മയ കെ ആർ, 528 ആദിൽ കെ ആർ, 529 ആദിത്യ കൃഷ്ണൻ എം ബി, 530 ഇമ്മാനുവൽ ബിജു, 546 സന കൃഷ്ണ എം ബി, 547 ആരധ്യ കെ ആർ. കൊടകര പഞ്ചായത്ത് 521 ശ്രീഹരി ടി യു, 636 ലാവണ്യ ഗംഗ, 520 ശ്രീഹരി കെ എസ്, 510 സുജ ശിവഹരി എസ്, 670 ശ്രീബാല ഭദ്ര സി ആർ. കോടശ്ശേരി പഞ്ചായത്ത് 530 ദേവനന്ദ് കെ ജെ, 511 നദീൽ ബി താനേക്കൽ, 525 മാധവ് പി ആർ, 529 അമർദനാഥ് കെ എസ്, 513 ധനുഷ്യാം. കോലടി പഞ്ചായത്ത് 559 സൂര്യനാരായൺ, 500 നിവേദി എ എസ്, 506 അശ്വിൻ ബി എസ്, 520 വൈഗ സി ഹരി, 563 രഞ്ജൻ. കോലടി പഞ്ചായത്ത്. കൊണ്ടാഴി പഞ്ചായത്ത് പ്രഭിത കെ പി 508, 511 ശ്രേയ പി എസ്, 585 ആര്യകൃഷ്ണ കെ പി, 512 ഭദ്ര ഒ എ, 519 കെ ആർ ശ്രീഹരി. കൊണ്ടാഴി പഞ്ചായത്ത്. കൊരട്ടി പഞ്ചായത്ത് 534 അന്ന സി ആർ, 531 അഞ്ജലി ബിബിൻ, 505 തന്മയ എസ്, 516 ഷാരോൺ ഷാജു. കൊരട്ടി പഞ്ചായത്ത്. 500 അഖില മനോജ്. കൂടൂർ പഞ്ചായത്ത് 558 ദേവനന്ദ് ടി എം, 557 അക്ഷയ് കൃഷ്ണ, 527 ഹയ അൻവർ, 581 ലക്ഷ്മി നന്ദ കൂടൂർ, 560 അനഘ ടി എസ്. മാടക്കത്തറ പഞ്ചായത്ത് ശ്രീദാത്രി എൻ എച്ച് 505, 553 ബെൽസൺ ബെന്നി, 533 നൂപുര ടി എസ്, 534 ഋതിക പി എ, 511 ആവണി പി എൽ. മാടക്കത്തറ പഞ്ചായത്ത്. മാള പഞ്ചായത്ത് അക്ഷര ബൈജു 539, 549 പ്രണവ് നായർ, 519 മുഹമ്മദ് യാസീം, 535 റോസ്ബൽ ജോജോ, 537 ആൻ മരിയ പ്രസ്റ്റീന. മണലൂർ പഞ്ചായത്ത് 540 സി എൽ തോമസ്, 521 ഭരത് ലാൽ, 538 അഭിനന്ദ് കെ കെ, 506 ആരുഷ് കെ എസ്, 543 ഗൗരി കൃഷ്ണ കെ എസ്, 520 യദുകൃഷ്ണ. മതിലകം പഞ്ചായത്ത് 589 ലക്ഷ്മി ഷെറിൻ പി, 534 ഇഷ നദ്രിൻ ടി എസ്, 527 ഫൈഹ ഹനാൻ പി എസ്, 505 അൽഫിദ കെ എസ്, 506 ഹുദ നവ്രീൻ കെ ജെ, 587 അഭിനവ് കെ വി. മട്ടത്തൂർ പഞ്ചായത്ത് 507 ഹൃതിക രാജേഷ്, 577 ദേവനന്ദ കെ എസ്, 501 വൈഗ എം എ, 544 സൂര്യനാരായണൻ എം സുരേഷ്, 587 ഹിബ ഫാത്തിമ എം എച്ച്. മേലൂർ പഞ്ചായത്ത് 506 ധവന്യ ബാബു, 511 ശ്രീനന്ദ കെ എച്ച്, 518 നിരഞ്ജന മനോജ്, 519 തന്മയ ഷെജുലാൽ, 508 ഇസ മറിയ സനിൽ, 510 എഗ്നൽ തോമസ്, 522 ആവനി കെ ബി. മുളങ്കുന്നത്തുകാവ് പഞ്ചായത്ത് 516 അലുൻറിൻ എം ഷാജി, 615 ജിഷ്ണു കെ എസ്, 573 അർച്ചന കെ ആർ, 609 ദേവിക ഹാരിഷ്, 612 ഏഞ്ചൽ പ്രിൻസ്. 508 മുല്ലശ്ശേരി പഞ്ചായത്ത് 508 അർദ്ര എം എൽ, 582 മുഹമ്മദ് റിസാൻ, 509 ഋതുനന്ദ പി എസ്, 530 അലിൻ റോസ് ഇ എൽ, 567 ശ്രീലക്ഷ്മി ചന്ദ്രൻ. മുള്ളൂർക്കര പഞ്ചായത്ത് 538 നിവേദ്യ എസ്, 539 അനന്യ എ, 517 അഞ്ജന പി, 536 സ്വാദ്വിക എസ് നായർ, 541 ഹംന ഒ എച്ച്.
മുരിയാട് പഞ്ചായത്ത് 516 ഏഞ്ചൽ മരിയ ജോജി, 517 ശ്രീഭദ്ര സന്തോഷ്, 520 പൂർണിമ ബി, 501 ജോഹൻ ജോസഫ്, 503 ദേവനന്ദ കെ ബി. നടത്തറ പഞ്ചായത്ത് 506 ജോവിന ക്രിസ്റ്റിയോ, 525 ശ്രീഹരി കെ, 516 വിനായക് കെ പി, 513 ശ്രീനന്ദ ആർ, 527 അനശ്വര്യ എൻ കെ. നാട്ടിക പഞ്ചായത്ത് 518 ആതിര. നെന്മണിക്കര പഞ്ചായത്ത് 558 അൽറീന സാബു, 594 ഏഞ്ചലീന ജെയ്സൺ, 505 ഭദ്ര വിപിൻ, 566 മാധവി ഗിരീഷ്, 589 സിയോണ സി വി എൽ. ഒരുമണയൂർ പഞ്ചായത്ത് 501 വൈഗ എം ബി, 520 മുഹമ്മദ് ഹാഫിസ്, 515 ഷബാബ് ഹുസൈൻ, 514 മുഹമ്മദ് യഹ്നാൻ, 516 ഷഹബാസ് ഹുസൈൻ. പാടിയൂർ പഞ്ചായത്ത് 517 ആദിലക്ഷ്മി സി എസ്, 500 ശ്രുതികൃതി എ എസ്, 523 ആദ്രിയ കെ ബിജു, 502 കൈലാസ് ടി എസ്, 506 അൽഫാദിൽ ഒ എ. പാണഞ്ചേരി പഞ്ചായത്ത് 544 ശിവനന്ദ. പാണഞ്ചേരി പഞ്ചായത്ത് ശിവനന്ദ സി എസ് 544, 548 ദേവനന്ദ ശരത് ബാബു, 584 അഭിനവ് മോഹൻ, 519 ശ്രീലക്ഷ്മി പി എസ്, 503 ശിവാനി. പാഞ്ഞാൽ പഞ്ചായത്ത് 510 ദിയ കെ എം, 566 ശ്രീകുട്ടി എം ആർ, 525 മാളവിക സി യു, 538 മാളവിക ടി വി, 515 അജൻ ഹരി, 541 ഹരിനന്ദ പി. പാറളം പഞ്ചായത്ത് ജെനിൻ ജയന്ത് 500, 517 അർഷ് ബാബു, 534 കാർത്തിക എം പി, 577 അനന്യ എം എസ്, 527 ശ്രീലക്ഷ്മി സി എസ്. പറപ്പൂക്കര പഞ്ചായത്ത് 593 അഞ്ജന എ എ, 515 ഗായത്രി കെ എസ്, 516 ആർദ്ര ആരാധന ടി എം, 579 ആഗ്നേ കൃഷ്ണ പി കെ, 506 പൃഥ്വിചന്ദ്ര കെ പി, 557 സെൽവിൻ കമലേഷ് എ. പരിയാരം പഞ്ചായത്ത് 514 ദേവതേജ പി എസ്, 567 ജിനി ചന്ദ്രേശൻ, 531 ആഷ്ലി ബിന്ദു, 512 സെറ മരിയ, 564 ജോസഫ് ജോൺ. പാവറട്ടി പഞ്ചായത്ത് 633 കുക്കു നച്ചികേത, 533 ഫിയോൺ കെ, 632 അദ്വൈത് കെ പി, 629 ധനുഷ്, 509 ക്രിസ്വിൻ. പഴയന്നൂർ പഞ്ചായത്ത് 680 ശിഖ, 514 സിയാദ് കെ എ, 683 ഫിദ ഫാത്തിമ കെ എം, 707 ശ്രീഷ്. പെരിഞ്ഞനം പഞ്ചായത്ത് 542 ആദികൃഷ്ണ കെ പി, 572 അവണി ടി എസ്, 500 ഹേമന്ത് എസ് ദർ പെരിഞ്ഞനം, 501 നസ്രിയ പി എ, 575 ആനന്ദലക്ഷ്മി. പൂമംഗലം പഞ്ചായത്ത് 503 ആര്യനന്ദ്, 506 ശ്രീ ശിവ, 507 വൈഗദാനി, 508 ആൽബൽ കെ ജി, 511 ശ്രീലക്ഷ്മി എൻ എൽ. പോർക്കുളം പഞ്ചായത്ത് 527 നിരഞ്ജൻ എം ജി, 524 മാളവിക എൻ ആർ, 516 ഹൻഫ ഫാത്തിമ, 506 റൻഷേ കെ ആർ, 568 അരുണിമ കെ ബി. പൊയ്യ പഞ്ചായത്ത് 517 അവിനാഷ് കെ ബി, 521 മയൂഗ് എസ്, 816 ദേവിക സി ജെ, 645 ആർദ്രകൃഷ്ണ എം എസ്, 685 തീർത്ഥ പി എ. പുതുക്കാട് പഞ്ചായത്ത് ആൽവിയ 647 ആൽവിയ പി സോവിയറ്റ്, 506 അജിക്ത എം ജി, 653 അഭിനന്ദ് എസ്,
590 വികാസ് PM, 652 അയ്യപ്പദാസ്, 658 അൽനാമെരി അൽജോ. പുന്നയൂർ പഞ്ചായത്ത് 605 ഫാത്തിമ ഹിബ MN, 513 റിദ KA, 541 ഐഷ നെഹ, 553 ആദിത്യൻ KV, 545 റുക്കിയ ഹനാൻ KU. പുന്നയൂർക്കുളം പഞ്ചായത്ത് 629 അഫീദ, 781 സയാൻ, 574 അഫ്ലഹ് CA, 606 ഐറ, 573 അബ്ദുൾ റാസിഖ്. പുത്തഞ്ചിറ പഞ്ചായത്ത് 530 ജുമാന ഹസീൻ KY, 556 കീർത്തന K ഗിരീഷ്, 531 അനാമിക KJ, 505 ആദിത്യനാഥ് S നായർ, 557 ഫാത്തിമ നൂറ. പുത്തൂർ പഞ്ചായത്ത് 528 അൻവിയ സെൽജോ, 563 ഏഞ്ചൽ മാനിയ, 579 ശ്രീലക്ഷ്മി CR, 518 ആറോൺ, 519 ആർദ്ര TD. എസ്എൻപുരം പഞ്ചായത്ത് 888 അരുണിമ TA, 563 CR റഹിയാന PS, 656 തന്മയ PK, 514 നവനീത് TM, 565 വൈഗ രമേഷ് TR. തളിക്കുളം പഞ്ചായത്ത് 610 കാർത്തിക് PS, 550 മുഹമ്മദ് ജിബ്രെ. താനിയം പഞ്ചായത്ത് 580 കെൽവിൻ AP, 560 ശ്രീലക്ഷ്മി KM, 536 ദേവനന്ദ നിശാന്ത്, 610 അവനീത്, 556 അബിന ബിബിൻ താനിയം. തെക്കുംകര പഞ്ചായത്ത് 533 ജന്ന ക്രിസ്റ്റീന, 501 കീർത്തന CA, 548 അനാമിക P, 508 ആത്ര ബിബിൻ, 568 അബിയ B. തെക്കുംകര പഞ്ചായത്ത്. തിരുവല്ലാമല പഞ്ചായത്ത് 709 ശ്രീബാല B, 732 ശ്രീനന്ദ B, 762 സൂര്യ R മേനോൻ, 502 മീര KS, 514 മാളവിക പ്രസാദ്, 694 മേധ K, 724 കൃഷ്ണേന്ദു PS. തോളൂർ പഞ്ചായത്ത് 500 ഐന റോസ് KB, 504 ആൽഡ്രിൻ ജോഷുവ I, 511 വൈഗ P, 516 സിയോൺ PR, 507 വരദ ലക്ഷ്മി CJ. തൃക്കൂർ പഞ്ചായത്ത് 572 അഞ്ജന സജീഷ്, 619 ആദിദേവ് ഗിരീഷ്, 555 ശിവനന്ദ, 622 ആഗ്നസ് തെരേസ, 549 അശ്വിൻ KS. തൃക്കൂർ പഞ്ചായത്ത്. വടക്കേക്കാട് പഞ്ചായത്ത് കൃഷ്ണദേവ് 538 555 ശ്രാവൺ NM, 587 അസ്ലം KA, 584 ഹൈവിൻ ജോൺ KS, 569 വിദ്ഹാസ് NV. വാടാനപ്പള്ളി പഞ്ചായത്ത് 576 ശ്രീരഞ്ജിനി NB, 515 ശിവഗംഗ PS, 504 ലക്ഷ്മി P രാഗേഷ്, 508 ആദി കിഷാൻ MA, 562 അഫ്രീൻ RS. വലപ്പാട് പഞ്ചായത്ത് 529 തന്മയ്, 510 ഫിഡൽ P മണിലാൽ, 511 ഹാദിയ KM, 525 റയീസ് K ഷാജു, 508 ദേവി കൃപ IS. വല്ലച്ചിറ പഞ്ചായത്ത് 614 അനവദ്യ കീർത്തിരാജ്, 514 ആദ്യശ്രീ MR, 531 ശ്രീഹരി K വേണു, 672 അർഷിത AS, 699 ഋതു കൃഷ്ണ R. വള്ളത്തോൾ നഗർ പഞ്ചായത്ത് 512 ഷബന യാസ്മീൻ, 507 സഞ്ജന പാരതി KS, 506 ദിയദേവ് MJ, 513 അറവ് UR, 503 അനൈ NU. വരന്തരപ്പള്ളി പഞ്ചായത്ത് 537 എബൽ ജെയ്സൺ, 541 ദിൽവാർ IS, 544 അൻസീം, 532 മുഹമ്മദ് നിഹാൽ, 534 മുഹമ്മദ് സിയാഖ് K, 535 അജ്മൽ PM, 538 ആദി കൃഷ്ണ, 542 മുഹമ്മദ് നിഷ്ഹാൻ KM, 543 മുഹമ്മദ് റാഷിഖ്. വരന്തരപ്പള്ളി. വരവൂർ പഞ്ചായത്ത് 500 നയാന H, 548 വൈഷ്ണവി VK, 531 ഫാത്തിമ സഫ, 537 ദേവിക രാജേഷ് K, 532 ഗൗരി ലക്ഷ്മി VA. വെള്ളാങ്ങല്ലൂർ പഞ്ചായത്ത് 549 അനശ്വര്യ PS, 562 ഷാസിയ, 510 റോഹിണി KS, 534 മുഹമ്മദ് യാസിൻ VM, 525 അമോലിക M.
വെള്ളൂക്കര പഞ്ചായത്ത് 520 ഗൗരിപ്രിയ KC, 521 ദേവിക വാസുദേവ്, 511 ജെറോം ജെയിംസ്, 542 നിവേദ് TS, 526 വേദ രഞ്ജിത്ത്. വേലൂർ പഞ്ചായത്ത് 509 അഭിജിത്ത്, 534 ദേവണ, 538 ആരോൺ ടോജോ, 510 അർജുൻ AR, 522 സഞ്ജയ് കൃഷ്ണ. വെങ്കിടങ്ങ് പഞ്ചായത്ത് 514 സേവിയോ C ശോഭി, 550 ലക്ഷ്മി വേദിത്യ VS, 542 ആദിനാഥ് PS, 512 വൈഷ്ണവി PP, 503 ഹൃദിക കാർമൽ. മുനിസിപ്പാലിറ്റി ചാലക്കുടി മുനിസിപ്പാലിറ്റി 530 ചാലക്കുടി മുനിസിപ്പാലിറ്റി 538 പാർവതി പ്രത്യുഷ്, 516 മഞ്ജിമ ഷാജു PS, 513 സംഗമേഷ് K, 501 ഗൗരി ലക്ഷ്മി TA, 514 ആരാധ്യ K, 522 ജെനിസ് ജിൻസൺ, 535 ശ്രേയ PR. ചാവക്കാട് മുനിസിപ്പാലിറ്റി 556 അലിത് ഘോഷ്, 511 മരിയ സരിയ ജോസഫ്, 544 അനുഷ് കൃഷ്ണ KB, 522 മുഹമ്മദ് ഫൈസ്വാൻ VA. ഗുരുവായൂർ മുനിസിപ്പാലിറ്റി 640 അദ്വൈത് കൃഷ്ണ, 561 ഹൃദിൻ MT, 580 ഏശ്വൽ ഹയ RA, 531 ശ്രീഹരി PM, 556 ഹിഡ ഫാത്തിമ PA. ഇരിങ്ങാലക്കുട മുനിസിപ്പാലിറ്റി 545 വൈഗ P, 539 ചേതൻ രജത്, 590 ആദിശങ്കർ PR, 515 ഷയാൻ മിർസാവ് CB, 529 സ്മേര CS, 642 ആർച്ച CA, 693 ദേവദർശ് KV. ഇരിങ്ങാലക്കുട മുനിസിപ്പാലിറ്റി റിസൾട്ട് ആണ് പറഞ്ഞത്. കൊടുങ്ങല്ലൂർ മുനിസിപ്പാലിറ്റിയിലെ റിസൾട്ട് ആണ് 920 അഭിനവ് കൃഷ്ണ, 895 ശ്രീദുർഗ PJ, 784 ആദിലക്ഷ്മി, 714 മുഹമ്മദ് റൈഹാനം, 779 ദിയ ഉദയകുമാർ. കുന്നംകുളം മുനിസിപ്പാലിറ്റി 609 രാഹുൽ ദാസ്, 610 ആദിലക്ഷ്മി NS, 793 ആമേയ സുനിൽ, 511 ആബൽ T ജനീഷ്, 528 ഇഷാൻ BB. വടക്കാഞ്ചേരി മുനിസിപ്പാലിറ്റി 539 ശിവപ്രിയ NA, 541 സരയു MS, 545 ദ്വാരകൃഷ്ണ, 538 നിവേദ്യ VS, 572 സാന്ദ്ര ജോസ് T. ഇനി തൃശ്ശൂർ കോർപ്പറേഷൻ ആണ്. തൃശ്ശൂർ കോർപ്പറേഷനിൽ 675 ആദ്യ സതീഷ്, 517 അദ്വൈത് MJ, 551 കൻസ KP, 500 ആൻലിയ റിജോ, 591 കേസിയ ജേക്കബ്. നമ്മളുടെ നിലവിൽ ലെവൽ 2 ആൻഡ് ലെവൽ 1 ആൻഡ് ലെവൽ 2, അതായത് 7, 8, 9, 10 ക്ലാസ്സിലെ കുട്ടികളുടെ റിസൾട്ടും അതുപോലെ തന്നെ +1, +2 ഡിഗ്രി സ്റ്റാൻഡേർഡിലെ കുട്ടികളുടെ റിസൾട്ടും ആണ് നിലവിൽ ഇവിടെ പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. ലെവൽ 3 ക്ലാസിന്റെ റിസൾട്ട് ഗ്രൂപ്പിനകത്ത് പബ്ലിഷ് ചെയ്യും. അത് ഒരുപാട് നമ്പർ ഉള്ളതല്ല. അപ്പം സ്വാഭാവികമായിട്ട് ഇപ്പം കുറെ പേർക്ക് ഒരുപാട് ഡൗട്ട് ഉണ്ടാവും, അവരുടെ പേരുകൾ വന്നിട്ടുണ്ടോ ഇല്ലയോ എന്നൊക്കെ സംശയം ഉണ്ടാവാം. ഇതിന്റെ നിങ്ങൾക്ക് റെക്കോർഡർ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടും, നിങ്ങൾക്ക് കാണാം. അതുകൂടാതെ പിന്നീട് ഗ്രൂപ്പിലും ലിസ്റ്റ് നമ്മൾ പബ്ലിഷ് ചെയ്തായിരിക്കും. ഒരു കാര്യം പറയാം, ഇത് ഒരു പ്രാഥമികമായ ലിസ്റ്റാണ്. 50% സ്കോളർഷിപ്പ് നേടിയ കുട്ടികൾ ഒരുപാടുണ്ട്. 5000-ഓളം കുട്ടികൾ, 4000-ഓളം കുട്ടികൾ 50% സ്കോളർഷിപ്പ് എലിജിബിൾ ആയിട്ടുണ്ട്. മൊത്തം 5 കോടി രൂപയുടെ സ്കോളർഷിപ്പ് ആണ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് അവരുടെ റിസൾട്ട് എല്ലാം ഇവിടെ വായിക്കാൻ നമുക്ക് ഒരിക്കലും പോസിബിൾ അല്ല, കാരണം അത്രയും വലിയ റിസൾട്ട് ആണ്. അത് നമ്മൾ ഓൾറെഡി നമ്മൾ ഗ്രൂപ്പിനകത്ത് പോസ്റ്റ് ചെയ്യും. 100% സ്കോളർഷിപ്പ് കിട്ടിയ കുട്ടികളുടെ ലിസ്റ്റാണ്. ഇപ്പൊ 100% സ്കോളർഷിപ്പ് കിട്ടിയ 7 മുതൽ 10ാം ക്ലാസ് വരെയുള്ള കുട്ടികളുടെ റിസൾട്ടും, അതുപോലെ തന്നെ +1, +2 ഡിഗ്രി സ്റ്റാൻഡേർഡിലെ കുട്ടികളുടെ റിസൾട്ടാണ് ഇപ്പം പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ബാക്കിയുള്ള കുട്ടികളുടെ റിസൾട്ട്, അതായത് 50% സ്കോളർഷിപ്പ് റിസൾട്ട് അടുത്ത ദിവസങ്ങളിൽ തന്നെ ഗ്രൂപ്പിൽ ഇൻഫോം ചെയ്യും. നവംബർ മാസത്തോടു കൂടി നമ്മുടെ ക്ലാസ്സുകൾ, ഇതിന്റെ ക്ലാസ്സുകൾ വിവിധ ബ്ലോക്ക് കേന്ദ്രങ്ങളിൽ ഓഫ്ലൈനായും ഓൺലൈനായും സ്റ്റാർട്ട് ചെയ്യും. വലിയൊരു പ്രൊജക്റ്റ് ആണിത്. അപ്പൊ ആ രീതിയിലാണ് പോകുന്നത്. ലെവൽ 3 ക്ലാസിന്റെ റിസൾട്ട് നമ്മൾ അത് കാരണം സീരിയസ് ആയിട്ടുള്ള നമ്മളുടെ ഒരു ക്രൗഡാണ്. അടുത്ത വർഷം എക്സാം എഴുതേണ്ട അവരുടെ റിസൾട്ട് നമ്മൾ ഗ്രൂപ്പിൽ ഇൻഫോം ചെയ്യുന്നതായിരിക്കും. ഇപ്പൊ നമ്മളത് ഇവിടെ ഇൻഫോം ചെയ്യുന്നില്ല, അവരുടെ റിസൾട്ട് ഗ്രൂപ്പിൽ ഇൻഫോം ചെയ്യും.
ആ രീതിയിലാണ് അത് ക്രമീകരിച്ചിട്ടുള്ളത്. അപ്പം സ്വാഭാവികമായിട്ട് ഇന്ന് വിജയിച്ച മുഴുവൻ കുട്ടികളെയും അനന്ത IAS അക്കാഡമിക്ക് വേണ്ടിയിട്ടും അതുപോലെ തന്നെ തൃശ്ശൂർ ജില്ലാ പഞ്ചായത്തിന് വേണ്ടിയിട്ടും ഹൃദയത്തോട് ചേർത്ത് അഭിവാദ്യം ചെയ്യുകയാണ്. മാത്രമല്ല ഇതിനകത്ത് കുറെ കുട്ടികളുടെ പേരുകളൊക്കെ പറയുമ്പം നമ്മൾ പറയും പെട്ടെന്ന് മാറിപ്പോയിട്ടൊക്കെ ഉണ്ടാവാം. അപ്പൊ അതൊക്കെ പിന്നീട് തരും. ഏതെങ്കിലും പഞ്ചായത്തുകൾ വിട്ടുപോയതായിട്ടോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഗ്രൂപ്പിൽ റിസൾട്ട് വരുമ്പോൾ കാണാം. ചിലപ്പോൾ നിങ്ങൾ സ്പീഡിൽ നോക്കിയപ്പോൾ കേൾക്കാത്തതായിരിക്കാം. അതർവൈസ് നിങ്ങൾക്ക് ഒന്നുകൂടെ വേണമെങ്കിൽ വന്ന് നോക്കാവുന്നതാണ് കാര്യങ്ങൾ. നിങ്ങൾക്ക് ഒന്നുകൂടെ നിങ്ങൾക്ക് റെക്കോർഡർ മീറ്റിംഗിൽ പങ്കെടുത്താൽ കൃത്യമായി കാണാൻ വേണ്ടി സാധിക്കും. ഏതാണ്ട് എല്ലാ പഞ്ചായത്തുകളും കൃത്യമായിട്ട് തന്നെ നമ്മൾ ഫോക്കസ് ചെയ്ത് പോയിട്ടുണ്ട്. അടുത്ത ദിവസങ്ങളിൽ നിങ്ങളുടെ നിങ്ങളുള്ള ഗ്രൂപ്പിലേക്ക് ഇതിന്റെ റിസൾട്ട് പബ്ലിഷ് ചെയ്യാൻ നമ്മൾ തയ്യാറാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ സ്കൂളുകളിലേക്ക് ഇത് റിസൾട്ട് കിട്ടാൻ തയ്യാറാണ്. ഇതിൽ 50% സ്കോളർഷിപ്പ് കിട്ടിയ ഒരുപാട് കുട്ടികളുണ്ട്. അവരുടെ പേരുകളെല്ലാം തന്നെ ഇവിടെ നമുക്ക് പറയാൻ വേണ്ടി പറ്റിയിട്ടില്ല. കാരണം അത് ഒരുപാട് ടൈം കൺസ്യൂം. ഇപ്പൊ നമ്മൾ 100% സ്കോളർഷിപ്പ് കിട്ടിയുള്ള ലിസ്റ്റ് പറയുമ്പോൾ തന്നെ 1.5 മണിക്കൂറോളം എടുത്തു കഴിഞ്ഞു. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതെല്ലാം കൃത്യമായിട്ട് പബ്ലിഷ് ചെയ്യും. ഇന്ന് നമ്മുടെ റിസൾട്ട് ഔപചാരികമായി പബ്ലിഷ് ചെയ്യുക എന്നുള്ളൊരു കടമയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. വരും ദിവസങ്ങൾ നമ്മളെ സംബന്ധിച്ച് വളരെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഇന്ന് എനിക്കറിയാം ഈ ഒരു പെരുമഴയുള്ള സമയമാണ് തൃശ്ശൂരിൽ. ആ സമയത്തും ആയിരക്കണക്കിന് കുട്ടികളാണ് നമ്മളുടെ ഈ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടും നമ്മളുടെ ഈ ഒരു റിസൾട്ട് കേൾക്കാൻ വേണ്ടിയിട്ടും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നുണ്ടായത്. അപ്പം വിജയിച്ച എല്ലാവരെയും ആശംസിക്കുന്നു. ഒരുപക്ഷെ ഇതിനകത്ത് വിജയിച്ചവരെ ആശംസിക്കുമ്പോൾ തന്നെ കുറച്ചു പേർക്ക് 100% സ്കോളർഷിപ്പ് കിട്ടാത്തവരുണ്ടാവും. അവർക്കും ഉള്ള എലിജിബിലിറ്റി ഇതിനകത്ത് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതിലും പെടാത്തവർ, ഞാൻ റിസൾട്ട് എന്ന് പറയുന്നത് ഒരു കുറച്ചു പേർക്ക് ലഭിക്കുന്നതാണെങ്കിലും മറ്റുള്ളവർക്കും പിന്നീടുള്ള ഒരുപാട് നല്ല അവസരങ്ങൾ ലഭിക്കാൻ, പിന്നീട് മുന്നോട്ട് കയറി വരാനൊക്കെ ഈ സ്കോളർഷിപ്പ് എക്സാം നിങ്ങൾക്ക് തന്നെ നിങ്ങളെ വിലയിരുത്താനുള്ള ഒരു അവസരമായിട്ട് ഈ സ്കോളർഷിപ്പ് എക്സാം മാറിയിട്ടുണ്ട്. അത്ര നല്ല രീതിയിലാണ് നമ്മൾ 94 കേന്ദ്രങ്ങളിൽ ഇതിന്റെ എക്സാമിനേഷൻ നടത്തിയത്. വളരെ വിപുലമായ രീതിയിൽ തന്നെ ഇത് നമ്മൾ ചെയ്തിട്ടുണ്ട്. മറ്റൊരു വലിയ സന്തോഷ വാർത്ത എന്ന് പറയുന്നത്, ഈ സ്കോളർഷിപ്പ് എക്സാം എഴുതിയ ഒരു കുട്ടിയെ സംബന്ധിച്ച് അവർ വെറുതെ ആവില്ല. അവർക്ക് 25% സ്കോളർഷിപ്പ് തരാൻ നമ്മൾ തയ്യാറാണ്. എക്സാം അറ്റൻഡ് ചെയ്തു എന്നതിന്റെ പുറത്ത് മാത്രം നമ്മൾ 25% സ്കോളർഷിപ്പ് ലഭിക്കും. കാരണം എക്സാം എഴുതാത്ത ഒരാളും എഴുതുന്ന ഒരാളും തമ്മിൽ ഒരു വ്യത്യാസം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് അതിന്റെ ഉദ്ദേശം. അതുകൊണ്ട് ആ രീതിയിൽ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന രീതിയിലുള്ള ഒരു രീതിയാണ് തൃശ്ശൂർ ജില്ലാ പഞ്ചായത്ത് എല്ലാ കാലത്തും ചെയ്തിട്ടുള്ളത്. ആ രീതിയിൽ തന്നെയാണ് അനന്ത IAS അക്കാഡമി അതിൻ്റെ കൂടെ ചേർന്നിട്ടുള്ളത്. അതുകൊണ്ട് എല്ലാവർക്കും ഒരുപാട് സന്തോഷം നേരുന്നു. നമുക്കിനി ഇതിന്റെ ബാക്കി കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം. റിസൾട്ടുകൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഞാൻ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാവാത്തുണ്ടെങ്കിൽ നിങ്ങൾ ഇതിന്റെ റെക്കോർഡ് സെഷൻ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. നിങ്ങൾ അത് ഒന്ന് പൂർണ്ണമായും കേട്ട് മനസ്സിലാക്കുക. അതുകൂടാതെ ഗ്രൂപ്പിൽ റിസൾട്ടുകൾ പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും. എന്തായാലും ഈ പ്രോജക്റ്റിന്റെ ഭാഗമായി നിന്ന ഒരുപാട് പേരുണ്ട്. അത് നമ്മുടെ കൂടെ വർക്ക് ചെയ്ത ആൾക്കാർ, തൃശ്ശൂർ ജില്ലയിലെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മുതൽ DD മുതൽ DEO, AEO, സ്കൂളിലെ ടീച്ചേഴ്സ്, HMs, പ്രിൻസിപ്പൽമാർ, അങ്ങനെയുള്ള ഒരുപാട് ആൾക്കാർ ഇതിന്റെ ഭാഗമായി ചേർന്ന് എല്ലാവരുടെയും ശ്രമഫലമായിട്ടാണ് നമുക്ക് വലിയ രീതിയിലുള്ള ഇന്ത്യയിൽ തന്നെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു വലിയ പ്രോജക്റ്റിന് നമുക്ക് ചെയ്യാൻ വേണ്ടി ഇത്രയും കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റിയത്. അതുകൊണ്ട് എല്ലാവരെയും പ്രത്യേകം അഭിനന്ദിക്കുന്നു. നമുക്ക് ഏറ്റവും വൈകാതെ ഇതിന്റെ അപ്ഡേഷൻസ് കാണാം. നമ്മളുടെ അപ്ഡേഷൻസ് എല്ലാം നമ്മുടെ യൂട്യൂബ് ചാനലിൽ കൃത്യമായിട്ട് കൊടുക്കുന്നതാണ്. യൂട്യൂബ് ചാനൽ നിങ്ങൾ എല്ലാവരും ഫോളോ ചെയ്യുക. വിജയിച്ച എല്ലാവർക്കും ഒരുപാട് അഭിനന്ദനങ്ങൾ വീണ്ടും നേരുന്നു. 50% സ്കോളർഷിപ്പ് കിട്ടിയവർക്കും എക്സാം അറ്റൻഡ് ചെയ്തതിന്റെ പേരിൽ 25% സ്കോളർഷിപ്പ് ലഭിച്ചവർക്ക് എല്ലാവരെയും അഭിനന്ദനം നേർന്നുകൊണ്ട് ഈ ലൈവ് നമ്മുടെ തൽക്കാലം അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നന്ദി.